നമ്മൾക്കിന്ന് എന്ത് ചെയ്യാം, AWSലെ EC2 എന്ന് പറയുന്ന സർവീസ് ഒന്ന് നോക്കാം. EC2 എന്ന് പറയുന്നത് നമ്മുടെ കൺസോൾ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ സൈഡിൽ സർവീസസ് ഉണ്ട്. സർവീസസ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞായിരുന്നു AWSൽ 300+ സർവീസസ് AWS നമ്മൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അല്ലേ? അതിലും കൂടുതൽ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്തരം സർവീസസിനെ അതിൻ്റെ ഫങ്ഷനാലിറ്റി അടിസ്ഥാനത്തിൽ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ കമ്പ്യൂട്ട് എന്ന് പറയുന്ന ഈ ഒരു സർവീസസ് കാണാം, കമ്പ്യൂട്ട് സർവീസസ്. അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കമ്പ്യൂട്ട് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന സർവീസ് ഇവിടെ ലിസ്റ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. AWS ആപ്പ് റണ്ണർ, EC2, അതുപോലെ ലാംഡ, ബീൻ സ്റ്റാക്ക്, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. നമ്മൾക്ക് വേണ്ടത് എന്താണ്? EC2 ആണ്. EC2 മീൻസ് ഇലാസ്റ്റിക് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്. ഞാൻ ജസ്റ്റ് EC2ൽ ക്ലിക്ക് ചെയ്തു. ഇതാണ് EC2ൻ്റെ ഡാഷ്ബോർഡ്. ഓക്കെ, ഈ ഡാഷ്ബോർഡിൽ ലെഫ്റ്റ് സൈഡിൽ നോക്കിയാൽ നമുക്ക് എന്തറിയാം, ഈ കാണുന്നതെല്ലാം EC2 പ്രൊവൈഡ് ചെയ്യുന്ന മറ്റ് ഫീച്ചേഴ്സാണ്. ഓക്കെ, അതുപോലെ തന്നെ നമുക്കൊരു ചെറിയ എന്താ പറയുക, ഒരു മോണിറ്റർ ചെയ്യാനുള്ള ചെറിയൊരു ഡാഷ്ബോർഡ് ഇവിടെ ഉണ്ട്. അതായത് ഞാൻ എന്തൊക്കെ റിസോഴ്സസ് ഈ EC2ൻ്റെ അണ്ടറിൽ വരുന്ന ഏതൊക്കെ റിസോഴ്സസ് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് അതെനിക്ക് ഇവിടെ വന്നാൽ കാണാൻ കഴിയും. ഓക്കെ, ഇവിടെ എത്ര ഇൻസ്റ്റൻസ് റണ്ണിങ് ആണ്, അതല്ല എത്ര ടോട്ടൽ ഇൻസ്റ്റൻസ് ഉണ്ട്. ഇപ്പോൾ റണ്ണിങ്ങും ടോട്ടലൊക്കെ എൻ്റെ ഇതിൽ സെയിം ആണ്, അതുകൊണ്ടാണ് 1 എന്നുള്ള കൗണ്ട് കാണിക്കുന്നത്. അതുപോലെ ഓട്ടോ സ്കെയിലിംഗ് ഞാൻ യൂസ് ചെയ്യുന്നുണ്ടോ, വോളിയം, സ്നാപ്ഷോട്ട്, ലോഡ് ബാലൻസർ, സെക്യൂരിറ്റി ഗ്രൂപ്പ്സ് കണ്ടോ, 2 ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ടാണ് 2 എന്നുള്ള ആ ഒരു കൗണ്ട് അവിടെ. അപ്പോൾ ഇതാണ് നമ്മൾക്ക് EC2 എടുക്കുമ്പോൾ നമുക്ക് ആദ്യം കിട്ടുന്ന ഒരു ഇൻ്റർഫേസ്. ഓക്കെ, അതിലിവിടെ നോക്കിയാൽ കാണാം ഇൻസ്റ്റൻസസ്. ഇതിലാണ് നമ്മൾ കാര്യമായിട്ട് ചെയ്യുന്ന പരിപാടികളെല്ലാം. അപ്പോൾ അതിൻ്റെ മുന്നേ കമ്പ്യൂട്ടിനെ കുറിച്ച് ചെറുതായിട്ടൊന്ന് പറയാം. എന്ന് പറഞ്ഞു കമ്പ്യൂട്ട് അല്ലേ, കമ്പ്യൂട്ട് സർവീസസിൽ ഒത്തിരി വരുന്നുണ്ട്. അതായത് നമ്മൾ കാണുന്നുണ്ട്, എന്ത് പറയാം, EC2 ഇപ്പോൾ നമ്മൾ പറഞ്ഞ് കമ്പ്യൂട്ടാണല്ലേ. അതുപോലെ ലാംഡ വരുന്നുണ്ട്, ഫാർഗേറ്റ്. ഈ ലാംഡ ആയാലും ഫാർഗേറ്റും ഇത് രണ്ടും സെർവർലെസ് കമ്പ്യൂട്ടിന് ഒരു എക്സാമ്പിളാണ്. അതായത് കമ്പ്യൂട്ടിനെ തന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ 2 രീതിയിൽ കാറ്റഗറൈസ് ചെയ്യാം. സെർവർ കൺസെപ്റ്റ് ഉണ്ട്, സെർവർലെസ് കൺസെപ്റ്റും ഉണ്ട്. ഓക്കെ, അത് നമ്മൾ ലാംഡ അതുപോലെ ആ ഒരു ടോപ്പിക്കിലോട്ടൊക്കെ വരുമ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് സെർവർലെസ് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. അതുപോലെ ബീൻ സ്റ്റാക്ക് വരുന്നുണ്ട്. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം, ECS, അതായത് ഇലാസ്റ്റിക് കണ്ടെയ്നർ സർവീസ്, അതുപോലെ ഇലാസ്റ്റിക് കുബർനെറ്റിസ് സർവീസ്. ആക്ച്വലി ഇവരെല്ലാവരും നമ്മൾക്ക് പ്രൊവൈഡ് ചെയ്യുന്ന സർവീസ് എന്താണ്? കമ്പ്യൂട്ടാണ് അല്ലേ. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കാറ്റഗറൈസിൽ ഇവരെല്ലാം ഞാൻ ഇൻക്ലൂഡ് ചെയ്തത്. ഇതിൽ തന്നെ EC2 നമ്മൾക്കറിയാം, നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്ന സംഭവമാണ്. ചെറുതായിട്ട് ലാംഡ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളുടെ കോഡ് റൺ ചെയ്യും. ഇപ്പോൾ നമ്മുടെ ആപ്ലിക്കേഷൻ്റെ കോഡ് ഞാൻ ലാംഡയിൽ കൊണ്ട് ഇട്ട് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചെയ്യും, പുള്ളിക്കാരൻ ആ കോഡ് റൺ ചെയ്യും. നമ്മൾ കൊടുക്കുന്ന ഇവൻ്റ് റെസ്പോൺസിനനുസരിച്ച് കോഡ് റൺ ചെയ്യും ഓട്ടോമാറ്റിക്കായിട്ട്. അതേപോലെ ഇതെന്താണ്, ഒരു സെർവർലെസ് ആണ്. നമ്മുടെ ഫാർഗേറ്റ് എന്താണ്, ഒരു സെർവർലെസ് കമ്പ്യൂട്ടിന് എക്സാമ്പിളാണ്. ഇത് ശരിക്കും ഒരു എന്താ പറയുക, ഒരു കമ്പ്യൂട്ട് എൻജിനാണ്. എന്തിനു വേണ്ടിയിട്ടുള്ള കമ്പ്യൂട്ട് ഫോർ കണ്ടെയ്നേഴ്സ്. അതായത് കണ്ടെയ്നർ രൂപത്തിൽ നമ്മൾ ഡിപ്ലോയ് ചെയ്യുന്ന കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു കമ്പ്യൂട്ട് എൻജിനാണ് ഫാർഗേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഡോക്കർ ഇതിലൊക്കെ നമ്മുടെ ആപ്ലിക്കേഷൻ കണ്ടെയ്നറൈസേഷൻ ചെയ്യുമ്പോൾ ഇത് നമ്മൾ ഡിപ്ലോയ് ചെയ്യാനൊക്കെ യൂസ് ചെയ്യുന്ന ഒരു സെർവർലെസ് കമ്പ്യൂട്ട് സർവീസാണ് ഫാർഗേറ്റ്. ബീൻ സ്റ്റാക്ക് എന്ന് പറയുന്നത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ആപ്ലിക്കേഷൻ ഡിപ്ലോയ് ചെയ്യാൻ പറ്റും. ഓക്കെ, നല്ല രീതിയിൽ നമുക്ക് മാനേജ് ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ ബീൻ സ്റ്റാക്കിലും പോസിബിൾ ആണ്. ആക്ച്വലി ബീൻ സ്റ്റാക്ക് എന്നൊക്കെ പറയുന്നത് ഒരു പാസ് കാറ്റഗറിയിൽ വരുന്ന എന്താ പറയുക ഒരു സർവീസാണ്. പാസ്, അതുപോലെ യാസ്, സാസ് ഒക്കെ കേട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നത്. പിന്നെ ഉള്ളത് നമ്മുടെ ഇലാസ്റ്റിക് കണ്ടെയ്നർ സർവീസ്, ഇലാസ്റ്റിക് കുബർനെറ്റിസ് സർവീസ്. അപ്പോൾ നമ്മൾ ഏതൊരു ക്ലൗഡ് എടുത്തു കഴിഞ്ഞാലും അതിൽ ഏറ്റവും എന്താ പറയുക, അതിൻ്റെ ഒരു ഹാർട്ട് എന്ന് പറയുന്നത്, അല്ലാതെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സർവീസാണ് എന്ത്, കമ്പ്യൂട്ടിങ്. ഏതൊരു ക്ലൗഡ് പ്ലാറ്റ്ഫോം എടുത്തു കഴിഞ്ഞാലും അതിലെന്തുണ്ടായിരിക്കും, കമ്പ്യൂട്ട് സർവീസസ് ഉണ്ടായിരിക്കും. നമ്മൾക്കൊരു ഇൻഫ്രാസ്ട്രക്ചർ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾക്കൊരു എന്താ പറയുക, ഒരു കമ്പ്യൂട്ട് ലെവലിലുള്ള ഒരു സർവീസ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരിക്കും. മേ ബി വേറെ ഏതെങ്കിലും ഒരു ക്ലൗഡ് പ്ലാറ്റ്ഫോമിൽ പോകുമ്പോൾ ഇത്തരം പേരുകളിലായിരിക്കില്ല അറിയപ്പെടുന്നത്, വേറെ പേരുകളായിരിക്കും. അത്ര ഡിഫറൻസ് ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ
ഇലാസ്റ്റിക് കണ്ടെയ്നർ സർവീസൊക്കെ നമ്മൾ അസ്യൂറിൽ എടുത്ത് നോക്കുമ്പോൾ അവിടെ അസ്യൂർ കണ്ടെയ്നർ സർവീസ് ആയിരിക്കും, അല്ലാന്നുണ്ടെങ്കിൽ ഗൂഗിളിൻ്റെ കണ്ടെയ്നർ സർവീസ് ആയിരിക്കും, അവരുടേതായിട്ടുള്ള ക്യൂബർനെസ് സർവീസ് ആയിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്. അത്തരം ഡിഫറൻസുകളെ ഉണ്ടാകത്തുള്ളൂ. ഓക്കെ. അതുപോലെ പാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാറ്റ്ഫോം ആസ് എ സർവീസ്. പാസ് സ്റ്റാൻഡ്സ് ഫോർ പ്ലാറ്റ്ഫോം ആസ് എ സർവീസ്. അതുപോലെ യാസ് ഉണ്ട്. യാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഫ്രാസ്ട്രക്ചർ ആസ് എ സർവീസ്. അതായത് ഒരു ഇൻഫ്രാസ്ട്രക്ചർ നമുക്ക് സർവീസ് രൂപത്തിൽ കിട്ടുന്നത്. സാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഫ്റ്റ്വെയർ ആസ് എ സർവീസ്. സോഫ്റ്റ്വെയർ ആസ് എ സർവീസ്. അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ വെബിലായാലും ചില ആപ്ലിക്കേഷനൊക്കെ സാസ് ബേസ്ഡുള്ള ആപ്ലിക്കേഷൻസുകളും സോഫ്റ്റ്വെയർസും ഉണ്ടല്ലേ ഇന്നത്തെ കാലത്ത്. അതുപോലെ നമ്മൾ ഇൻഫ്രാസ്ട്രക്ചർ ആസ് എ സർവീസ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്ത് എക്സാമ്പിൾ പറയാം? EC2. EC2 ആക്ച്വലി എന്താണ്? ഒരു ഇൻഫ്രാസ്ട്രക്ചർ ആണല്ലേ. EC2 നമുക്ക് തരുന്നത് എന്താണ്? മെഷീൻസ് ആണ്, അല്ലാന്നുണ്ടെങ്കിൽ സെർവറുകളാണ് EC2 നമുക്ക് തരുന്നത്. അപ്പോൾ EC2 നമുക്ക് എന്താ പറയാം? യാസിന് എന്താണ്? സാസ്. പാസിന് ഞാനൊരു എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു, ബീൻ സ്റ്റാക്ക്. അതേപോലെ യാസിന് EC2 ഒക്കെ ഒരു യാസ് കാറ്റഗറിയിൽ പെടുന്ന സർവീസാണ്. ഓക്കെ, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. അപ്പോൾ നമ്മൾ ആക്ച്വലി EC2ൻ്റെ അടുത്ത് നിന്ന് നമ്മൾ എന്താണ് പർച്ചേസ് ചെയ്യുന്നത്? നമ്മൾ പർച്ചേസ് ചെയ്യുന്നത് സെർവറാണ്, അല്ലാന്നുണ്ടെങ്കിൽ മെഷീനാണ്. അപ്പോൾ ഇത്തരം മെഷീനെ, സെർവറിനെ നമ്മൾ AWSൻ്റെ ലാംഗ്വേജിൽ നമ്മൾ എന്താ പറയാറ്? നമ്മൾ പറയാറ് ഇൻസ്റ്റൻസസ് എന്നാണ്. ഓക്കെ, അതാണ് ഇൻസ്റ്റൻസ്. ഈ രീതിയിലാണ് നമ്മൾ പറയാറ്. ഇപ്പോൾ ഒരു സെർവർ ആണെന്നുണ്ടെങ്കിലും ഒരു കമ്പ്യൂട്ടർ ആണെന്നുണ്ടെങ്കിലും നമ്മളിപ്പോൾ പർച്ചേസ് ചെയ്യാൻ പോകുന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം അതിൻ്റെ എന്താ നോക്കുക? സ്പെസിഫിക്കേഷൻസ് എന്തൊക്കെയാണ് നമ്മുടെ റിക്വയർമെൻറ്റ് മീറ്റ് ചെയ്യുന്നുണ്ടോ നമ്മൾ പർച്ചേസ് ചെയ്യാൻ പോകുന്നത്? ഇല്ല, നമ്മളുടെ ആവശ്യത്തിനനുസരിച്ചാണ് നമ്മൾ സാധനങ്ങൾ പർച്ചേസ് ചെയ്യുക. ഒരിക്കലും എന്താ പറയുക, ഒരു സെർവറിനെ നമ്മുടെ ലാപ്ടോപ്പ് ആണെന്നോ അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഡെസ്ക്ടോപ്പുമായിട്ട് കമ്പയർ ചെയ്യുക, ആ ഒരു രീതിയിലോട്ട് പോലെ. കാരണം നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഇതിപ്പോൾ എൻ്റെ ലാപ്ടോപ്പ് ആണെന്നുണ്ടെങ്കിൽ, ഞാൻ യൂസ് ചെയ്യുന്ന കമ്പ്യൂട്ടർ ആണെന്നുണ്ടെങ്കിൽ, അതും ഒരു സെർവറും തമ്മിൽ ഒരുപാട് രീതിയിൽ പല കാര്യങ്ങളിലും ഡിഫറൻസ് ഉണ്ട് അല്ലേ. സെർവർ എന്ന് പറഞ്ഞത് ഹൈ ബാൻഡ് വിഡ്ത്തും കാര്യങ്ങളും നെറ്റ്വർക്കും യൂസ് ചെയ്തിട്ട് വർക്ക് ചെയ്യുന്ന ഒരു മെഷീനാണ്. ഹൈ ബാൻഡ് വിഡ്ത്ത് ആയിരിക്കും, അതിന് ഹൈ നെറ്റ്വർക്ക് ആയിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ 24/7 ഫുൾ ടൈം റണ്ണിങ് ആയിരിക്കും, അവൈലബിൾ ആവുന്ന ഒരു മെഷീനാണ്. നമ്മുടെ ലാപ്ടോപ്പ് 24/7 നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സാധനമല്ല. അതുപോലെ തന്നെ ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ ലാപ്ടോപ്പിൽ എത്ര CPU ഉണ്ട്. ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന ലാപ്ടോപ്പിൽ 4 CPU ആണ്, അല്ലാണ്ട് 500 GB റാം ആണെന്ന് ജസ്റ്റ് വിചാരിക്കുക. ഓക്കെ, ഇതേ സംഭവം ആയിരിക്കത്തില്ല ഒരു സെർവറിൽ ഉണ്ടായിരിക്കുക. സെർവറിൽ വരുമ്പോൾ നമ്മൾ എപ്പോഴും എന്താണ്, ഒരു ലാർജ് വോളിയം കൺസെപ്റ്റ് ആയിരിക്കും നമ്മൾ ചിന്തിക്കുക. ഓക്കെ, അതുപോലെ തന്നെ ഞാൻ എൻ്റെ ലാപ്ടോപ്പിൽ അല്ലാണ്ട് എൻ്റെ കമ്പ്യൂട്ടറിൽ യൂസ് ചെയ്യുന്ന ഒരു HDD, ഒരു ഹാർഡ് ഡിസ്ക്, അല്ലാന്നുണ്ടെങ്കിൽ ഒരു SSD, അതിൻ്റെ പ്രൈസ് ആയിരിക്കത്തില്ല ഞാനൊരു HDDയോ SSDയോ ഞാൻ എൻ്റെ എന്താ പറയുക സെർവറിന് വാങ്ങിക്കുമ്പോൾ. പ്രൈസിങ്ങിൻ്റെ കാര്യത്തിലായാലും വർക്കിങ്ങിൻ്റെ കാര്യത്തിലായാലും എല്ലാം അതിൻ്റെ ഫങ്ഷനാലിറ്റിയിലൊക്കെ ഒരുപാട് നല്ല രീതിയിൽ ഡിഫറൻസ് വരുന്നുണ്ട് സെർവറും നമ്മുടെ കമ്പ്യൂട്ടറും കൂടി നമ്മൾ ചിന്തിക്കുമ്പോൾ. അപ്പോൾ ഇത്തരം സെർവറുകളിൽ നമ്മൾക്ക് ഓൺ ഡിമാൻഡിൽ, അതായത് എനിക്ക് ഇപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഇപ്പോൾ എവിടെ നിന്ന് കിട്ടും? ക്ലൗഡിൽ നിന്നും അവൈലബിളാണ്. അപ്പോൾ നമ്മൾ AWSൻ്റെ അടുത്ത് നിന്നും ഒരു EC2 ഇൻസ്റ്റൻസ് നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ ഫസ്റ്റായിട്ട് നമ്മൾ കൊടുക്കേണ്ട കാര്യങ്ങളുണ്ട്. അതായത് നമ്മൾ എപ്പോഴും എന്ത് ചിന്തിക്കണം? എത്ര പ്രോസസ്സർ, ഓക്കെ, ഏത് രീതിയിലുള്ള പ്രോസസ്സിങ് വേണം എൻ്റെ മെഷീനിന്. അതുപോലെ നമ്മൾ എന്താ നോക്കാറ്? മെമ്മറി, എത്ര മെമ്മറി വേണം. ഓക്കെ, അതുപോലെ വേറെ വരുന്ന കാര്യങ്ങൾ എന്താണ്? ഹാർഡ് ഡിസ്ക്. ഓക്കെ, ഹാർഡ് ഡിസ്കോ അല്ലാന്നുണ്ടെങ്കിൽ SSD ഏതോ ആവട്ടെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ മെയിനായിട്ട് നോക്കാറ്. അതുപോലെ തന്നെ അതിൻ്റെ കൂടെ എന്തും കൂടി ഉണ്ടായിരിക്കും, നമുക്കിപ്പോൾ ഇൻ്റർനെറ്റുമായിട്ട് കണക്ട് ചെയ്യേണ്ടി വരും, കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടി വരും, പല ആവശ്യങ്ങളുണ്ടാവും. അപ്പോൾ അതിനൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന നെറ്റ്വർക്ക് കാർഡുകളുണ്ട്. ഓക്കെ, നെറ്റ്വർക്ക് ഇൻ്റർഫേസസ് ഉണ്ട്.
നെറ്റ്വർക്ക് കാർഡ്, അതുപോലെ അതിൻ്റെ ഉള്ളിൽ വേറെയും ഒരുപാട് സംഭവങ്ങളുണ്ട്. നെറ്റ്വർക്ക് സ്വിച്ചർ ഉണ്ടായിരിക്കും, റൗട്ടർ ഉണ്ടായിരിക്കും. ഇത്തരം ഒരുപാട് കാര്യങ്ങൾ നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ AWSൻ്റെ അടുത്തുനിന്ന് നമ്മളൊരു EC2 മെഷീൻ ഞാൻ പർച്ചേസ് ചെയ്യുമ്പോൾ ഇത്തരം കാര്യങ്ങൾക്കൊക്കെ ഉള്ള ഇൻപുട്ട് കൊടുക്കുന്ന സംഭവം എന്താണ്, നല്ല രീതിയിൽ എളുപ്പമാണ്. അതേപോലെ എല്ലാതും എന്താണ് നമ്മുടെ ഈ ഒരു കൺസോളിൽ അവൈലബിൾ ആയിരിക്കും. ഒരുപാട് കാര്യങ്ങൾ ബൈ ഡിഫോൾട്ടായിട്ട് AWS നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ. അപ്പോൾ പ്രോസസ്സർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ CPU. ഓക്കെ. CPU അല്ലാന്നുണ്ടെങ്കിൽ കോർ. ഇപ്പോൾ ഞാനൊരു സെർവർ വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ സെർവർ എത്ര CPU വേണം, എത്ര കോർ വേണമെന്ന് എനിക്ക് ആരോട് പറഞ്ഞു കൊടുക്കാം? AWSന് പറഞ്ഞു കൊടുക്കാം. ഓക്കെ. അതല്ല എൻ്റെ ഇനി എത്ര മെമ്മറി വേണം, 500 GB മെമ്മറി വേണമെന്നുണ്ടെങ്കിൽ അത് പറഞ്ഞു കൊടുക്കാം. 100 GB ഒക്കെ പോസിബിൾ ആണ്. അതല്ല നമുക്ക് ഹാർഡ് ഡിസ്ക് എത്ര വേണം, എത്ര വോളിയം വേണം, നമ്മുടെ സ്റ്റോറേജ് സ്പേസ് എത്ര വേണം, ഈ കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് കൊടുക്കാം? AWSന് ഇൻപുട്ട് കൊടുക്കാം. നമ്മുടെ റിക്വയർമെൻറ്റ് AWSനോട് പറയാം. അതിനനുസരിച്ചിട്ടുള്ള എന്തായിരിക്കും നമുക്ക് കിട്ടുക? ഒരു ഇൻസ്റ്റൻസ് അല്ലാന്നുണ്ടെങ്കിൽ ഒരു EC2 മെഷീൻ ആയിരിക്കും നമുക്ക് AWS പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ. അതുപോലെ നമ്മൾ നെക്സ്റ്റ് ചിന്തിക്കേണ്ടത് എന്താണ്? OS. ഏതൊരു സെർവർ ആയാലും അതല്ല നമ്മൾ യൂസ് ചെയ്യുന്ന കമ്പ്യൂട്ടർ ആയാലും നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ട് അല്ലേ? അപ്പോൾ നമ്മളെല്ലാവരും എന്താണ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് വിൻഡോസ് ആയിരിക്കും. അതുപോലെ നമ്മൾ പർച്ചേസ് ചെയ്യുന്ന സെർവറിന് എന്ത് വോയിസ് വേണം, അതല്ല ഏത് വോയിസാണ് നമ്മളുടെ റിക്വയർമെൻറ്റ്, അതിനനുസരിച്ച് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് നമ്മളുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം സെലക്ട് ചെയ്യുന്നതും പോസിബിളാണ്. ഓക്കെ. ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനെ നമ്മൾ AWSൻ്റെ ഭാഷയിൽ നമ്മൾ പറയൽ AMI എന്നാണ്. AMI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആമസോൺ മെഷീൻ ഇമേജ്. ആമസോൺ മെഷീൻ ഇമേജ് അതിൻ്റെ ഒരു ഷോർട്ട് ഫോമാണ് എന്ത് AMI എന്ന് പറയുന്നത്. ഇനി ഇതിലുള്ള കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വോയിസിനെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. ഓക്കെ. കസ്റ്റമൈസേഷൻ എന്താണ്? പോസിബിളാണ്. അതായത് ഞാനിപ്പോൾ ഞാനൊരു ഉബുണ്ടു എടുത്തിട്ട് എനിക്കത് കസ്റ്റമൈസ് ചെയ്തിട്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ കസ്റ്റമൈസ് ചെയ്ത വോയിസ് എനിക്ക് പല കാര്യങ്ങളിലും പല സെർവറിലും എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ. അതൊക്കെ നമുക്ക് വരും. AMIൻ്റെ കസ്റ്റമൈസേഷനും കാര്യങ്ങളിലോട്ടൊക്കെ നമ്മൾ വരും. അതുപോലെ സ്നാപ്ഷോട്ട് എന്ന് പറഞ്ഞിട്ടുള്ള മറ്റൊരു ഫീച്ചറുണ്ട്. സ്നാപ്ഷോട്ട് അതായത് എൻ്റെ വോയിസ് എൻ്റെ സെർവറിൽ ഇരിക്കുന്ന ഞാൻ യൂസ് ചെയ്യുന്ന വോയിസിൻ്റെ കറൻറ്റ് സ്റ്റേറ്റ് എന്താണോ ആ സ്റ്റേറ്റ്, അതല്ല ഇതിൽ എന്തൊക്കെ ഡാറ്റാസ് ഞാൻ കൊടുത്തിട്ടുണ്ട്, ഇതിൽ എന്തൊക്കെ ഡാറ്റകളുണ്ട്, അതല്ല ഇതിൻ്റെ കോൺഫിഗറേഷൻ, കറൻറ്റ് കോൺഫിഗറേഷൻ എന്താണ്, ഇതിൻ്റെ ഒരു ബാക്കപ്പ് പോലെ എനിക്ക് എന്ത് ചെയ്യാം? ഒരു സ്നാപ്ഷോട്ട് കീപ്പ് ചെയ്യാൻ പറ്റും. ആസ് എ ബാക്കപ്പ്, ജസ്റ്റ് ഒരു ബാക്കപ്പ് പോലെ തന്നെ. അപ്പോൾ നമ്മൾക്ക് എന്താ പറയുക, ഒരു റിക്കവറി ആയിട്ട് എന്തെങ്കിലും നമ്മളുടെ വോയിസിന് എന്തെങ്കിലും ഒരു ഇഷ്യൂ വന്നാൽ, അല്ലാണ്ട് ഒരു മിസ്കോൺഫിഗറേഷൻ വന്നു കഴിഞ്ഞാൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ ഓൾറെഡി എടുത്തു വെച്ചിട്ടുള്ള സ്നാപ്ഷോട്ട് എനിക്ക് കൊടുത്തിട്ട് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ. അപ്പോൾ AWS നമ്മൾക്ക് വോയിസ് ലെവലിൽ പ്രൊവൈഡ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണിത്. നമുക്ക് ഇഷ്ടമുള്ള നമ്മുടെ റിക്വയർമെൻറ്റിനനുസരിച്ച് നമുക്കൊരു വോയിസ് സെലക്ട് ചെയ്യാം. അത് കസ്റ്റമൈസേഷൻ അവൈലബിൾ ആണ്. അതെന്താണ്? സ്നാപ്ഷോട്ട്. ഓക്കെ. സ്നാപ്ഷോട്ട് ഞാൻ എന്താണെന്ന് പറഞ്ഞു. നമ്മളിനി പ്രാക്ടിക്കലി ചെയ്ത് നോക്കാം. ജസ്റ്റ് ഒന്ന് അതിൻ്റെ ഒരു തിയറി പറഞ്ഞു പോകുന്നതേ ഉള്ളൂ. ഓക്കെ. അപ്പോൾ സ്നാപ്ഷോട്ട് നമുക്ക് എന്താണ്? പോസിബിൾ ആണ്. അതുപോലെ നമ്മൾക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് വിർച്വലൈസേഷൻ. ഓക്കെ. വിർച്വലൈസേഷൻ എന്ന് പറയുന്നതാണ് ഏതൊരു ക്ലൗഡിൻ്റെയും അടിസ്ഥാനപരമായിട്ടുള്ളൊരു സംഭവം. ഓക്കെ. ഏതൊരു ക്ലൗഡ് എടുത്തു കഴിഞ്ഞാലും ശരിക്കും ക്ലൗഡൊക്കെ ഇന്ന് നമ്മൾ യൂസ് ചെയ്യാനുള്ള മെയിനായിട്ടുള്ളൊരു സംഭവം എന്താണ്? വിർച്വലൈസേഷനാണ്. വിർച്വലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ എന്താ പറയുക, 2 ടൈപ്പ് ഉണ്ട്. ടൈപ്പ് 1 ഉണ്ട്, അതുപോലെ ടൈപ്പ് 2. ടൈപ്പ് 1 വിർച്വലൈസേഷൻ ഉണ്ട്, ടൈപ്പ് 2 എന്ന് പറയുന്ന വിർച്വലൈസേഷൻ ഉണ്ട്. ഈ വിർച്വലൈസേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഒരു ഹൈപ്പർവൈസറാണ്. ഒരു സോഫ്റ്റ്വെയർ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു ടെക്നോളജി നമ്മൾ അച്ചീവ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഈ ഒരു എന്താ പറയുക, വിർച്വലൈസ് ചെയ്യുക എന്ന് പറയുന്ന ഈ ഒരു ഫീച്ചർ നമ്മൾ നേടിയെടുക്കുന്നത് ഒരു ഹൈപ്പർവൈസറുകളിലൂടെയാണ്. ഹൈപ്പർവൈസർ എന്ന് പറഞ്ഞാൽ ഒന്നുമല്ല, എന്താ പറയുക, ഒരു സോഫ്റ്റ്വെയർ. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നിങ്ങൾ നിങ്ങൾ പലരും മേ ബി വിർച്വൽ ബോക്സ് എല്ലാം യൂസ് ചെയ്തിട്ടുണ്ട്.
വിർച്വൽ ബോക്സ് യൂസ് ചെയ്തിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് കുറച്ചും കൂടി ഒരു ഐഡിയയിൽ മനസ്സിലാവും. അതായത് ഇത് എൻ്റെ എന്താണ്, അല്ലാണ്ട് നിങ്ങൾ പലരും വിർച്വൽ ബോക്സ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി മനസ്സിലാവും നിങ്ങൾ. ഇതെൻ്റെ സെർവർ ആണെന്ന് വിചാരിക്കുക. ഓക്കെ, സെർവറിൽ എന്തുണ്ടായിരിക്കും? എൻ്റെ ആക്ച്വൽ ഹാർഡ്വെയർ ഉണ്ടായിരിക്കും അല്ലേ? അതായത് എൻ്റെ സെർവറിൻ്റെ CPU എത്രയാണ്, മെമ്മറി എത്രയാണ്, അതാണ് അതിൻ്റെ ആക്ച്വൽ ഹാർഡ്വെയർ. മേ ബി ഒരു എന്താ പറയുക 4 CPU ഉണ്ടാവാം, ഒരു എന്താ പറയുക 20 GB റാം ഉണ്ടെന്ന് വിചാരിക്കും, 20 GB മെമ്മറി ഉണ്ട്. ഇതാണ് എൻ്റെ സെർവറിൻ്റെ ആക്ച്വൽ ഹാർഡ്വെയർ. അതിൻ്റെ മുകളിൽ ഞാൻ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഞാനൊരു സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യും. ഇത്തരം സോഫ്റ്റ്വെയറുകളാണ് നമ്മൾ എന്ത് പറയുന്നത്, ഹൈപ്പർവൈസർ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഒരു ഹൈപ്പർവൈസർ ഞാൻ ഇൻസ്റ്റാൾ ചെയ്തു. ഹൈപ്പർവൈസർ സോഫ്റ്റ്വെയർസിന് എക്സാമ്പിൾസ് കുറേ ഉണ്ട്. അതായത് ഓപ്പൺ സോഴ്സ് ആയിട്ടുള്ളതുണ്ട്, അതല്ലാത്തതുണ്ട്. ഇപ്പോൾ മേ ബി നിങ്ങൾക്ക് ഏറ്റവും പരിചയമുള്ളത് ഒറാക്കിളിൻ്റെ വിർച്വൽ ബോക്സ് ഉണ്ട്. വിർച്വൽ ബോക്സ് ഇത് മേ ബി നിങ്ങളിൽ പലരും യൂസ് ചെയ്തിട്ടുണ്ടാവാം. നിങ്ങളുടെ വിൻഡോസിൽ നിങ്ങൾ മേ ബി ഇത് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഇതിൻ്റെ അകത്തൊരു വിർച്വൽ മെഷീൻ ക്രിയേറ്റ് ചെയ്തിട്ട് അതിൽ മേ ബി നിങ്ങൾ ഉബുണ്ടോ ലിനക്സോ മറ്റു ഏതെങ്കിലും ഓപ്പറേറ്റിംഗ് സിസ്റ്റം മേ ബി നിങ്ങൾ റൺ ചെയ്യുന്നവരോ യൂസ് ചെയ്യുന്നവരോ ആവാം. ഓക്കെ, അപ്പോൾ ഞാനൊരു സെർവറിൻ്റെ കേസിലോട്ട് വരുമ്പോൾ എൻ്റെ സെർവറിൻ്റെ ആക്ച്വൽ ഹാർഡ്വെയറിൻ്റെ മുകളിൽ ഞാൻ എന്ത് ചെയ്യും, ഒരു ഹൈപ്പർവൈസർ ഇൻസ്റ്റാൾ ചെയ്യും. അത് ഇതുപോലെ വിർച്വൽ ബോക്സ് പോലത്തെ ഏതെങ്കിലും VMware അങ്ങനെ എന്തെങ്കിലും ഞാൻ ജസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്യുന്നു. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, അതിൻ്റെ അകത്ത് ഞാൻ വിർച്വൽ മെഷീൻസ് ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, എനിക്ക് എത്ര വിർച്വൽ മെഷീൻസ് വേണമെന്നുണ്ടെങ്കിലും ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ എന്ത് ചെയ്തു, ഇതൊരു വിർച്വൽ മെഷീനാണ്, ഇതൊരു വിർച്വൽ മെഷീനാണ്. ഞാൻ എൻ്റെ ഹൈപ്പർവൈസറിൽ ഞാൻ എന്ത് ചെയ്യുന്നു, വിർച്വൽ മെഷീൻസ് ഞാൻ ക്രിയേറ്റ് ചെയ്തു. ഇനി ഈ വിർച്വൽ മെഷീനിലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും, എനിക്ക് വേണ്ട ഓപ്പറേറ്റിംഗ് സിസ്റ്റം എനിക്ക് യൂസ് ചെയ്യാം. ഞാൻ ഇതിൽ വേറെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം യൂസ് ചെയ്യും, ഇതിൽ വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് വേറെ ഇൻസ്റ്റാൾ ചെയ്യാം. ഇതിലൊക്കെ എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങൾ എനിക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. ഓക്കെ, എന്നിട്ട് ഇതിൽ വേണമെന്നുണ്ടെങ്കിൽ എനിക്കൊരു അപ്ലിക്കേഷൻ റൺ ചെയ്യാം, ഇതിൽ എൻ്റെ ഒരു അപ്ലിക്കേഷൻ ഉണ്ടായിരിക്കും. അതല്ല, ഇതിൽ ഞാൻ വേറെ എന്തെങ്കിലും സോഫ്റ്റ്വെയർസ് ഞാൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്, ഇതിൽ എൻ്റെ എന്തെങ്കിലും വേറെ എന്തെങ്കിലും കോൺഫിഗറേഷൻസും കാര്യങ്ങളുണ്ട്. അപ്പോൾ ഈ രീതിയിലൊക്കെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു സെർവറിൻ്റെ അകത്ത് തന്നെ എനിക്ക് മൾട്ടിപ്പിൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങൾ റൺ ചെയ്യാം, അതുപോലെ തന്നെ മൾട്ടിപ്പിൾ അപ്ലിക്കേഷൻസും റൺ ചെയ്യാം. ഇവിടെ വരുന്ന മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഓരോ വിർച്വൽ മെഷീൻസും എന്തായിരിക്കും, ഐസൊലേറ്റഡ് ആയിരിക്കും, വിർച്വലൈസ്ഡ് ആയിരിക്കും. അതായത് ഈ VMൽ ഈ ഒരു വിർച്വൽ മെഷീനിൽ നടക്കുന്ന കാര്യങ്ങൾ ഇവിടെ ആരും അറിയില്ല. ഓക്കെ, അതായത് ഡാറ്റാസ് പരസ്പരം ഇൻ്റർ കണക്ഷനോ അല്ലാതെ ഇൻ്റർ ട്രാൻസ്ഫറിങ്ങോ അത്തരം കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. കംപ്ലീറ്റ്ലി ഇതെല്ലാം എന്തായിരിക്കും, ഐസൊലേറ്റഡ് ആയിരിക്കും. ഇവർ തമ്മിലൊന്നും, അതായത് നൈബേഴ്സ് ആയിട്ടുള്ള ഇവർ തമ്മിലൊന്നും യാതൊരു രീതിയിലുള്ള കണക്ഷനോ കമ്മ്യൂണിക്കേഷനോ ഒന്നും ഉണ്ടാവില്ല, ഐസൊലേറ്റഡ് ആയിരിക്കും. അപ്പോൾ എനിക്കിവിടെ ഒരു 20 GB റാം മെമ്മറി ഉണ്ട് എന്നുണ്ടെങ്കിൽ ശരിക്ക് ഈ മെമ്മറിന് എൻ്റെ ആക്ച്വൽ ഹാർഡ്വെയറിനെയാണ് ഇവർ ഷെയർ ചെയ്തെടുക്കുന്നത്. അതായത് ഇപ്പോൾ എൻ്റെ ഈ ഒരു സെർവറിൽ 1, 2, 4 OS ഉണ്ട്, 4 അപ്ലിക്കേഷൻസ് ഉണ്ടെങ്കിൽ മേ ബി ഇവനൊരു 5 GB റാം എടുക്കുന്നുണ്ടാവാം, 5 GB റാം ഇവന് അലൊക്കേറ്റ് ചെയ്തിട്ടുണ്ടാവാം. ഇവനൊരു 4 GB എടുക്കുന്നുണ്ടായിരിക്കും, ഇവനൊരു 3 എടുക്കുന്നുണ്ടായിരിക്കും, ഇവനൊരു 2 എടുക്കുന്നുണ്ടായിരിക്കും, ബാക്കി നമ്മളുടെ സെർവറിനും ആയിരിക്കും. ഈ രീതിയിൽ നമ്മുടെ ആക്ച്വൽ ഹാർഡ്വെയറിനെ ഷെയർ ചെയ്തിട്ടായിരിക്കും നമ്മുടെ വിർച്വൽ മെഷീൻസൊക്കെ റൺ ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ ഞാനിപ്പോൾ എൻ്റെ വിൻഡോസ്, ഇത് സെർവർ അല്ല, ഇനി എൻ്റെ വിൻഡോസ് മെഷീനാണെന്നുണ്ടെങ്കിൽ എൻ്റെ വിൻഡോസിൽ ഒരു ഹാർഡ്വെയർ ഉണ്ടായിരിക്കില്ല ഓൾറെഡി. അതിൻ്റെ മുകളിൽ ഞാൻ എന്ത് ചെയ്യും, ഒരു വിർച്വൽ ബോക്സ് ഞാൻ ഇൻസ്റ്റാൾ ചെയ്യും. ആ വിർച്വൽ ബോക്സിൻ്റെ അകത്ത് ഞാൻ എന്ത് ചെയ്യും, ഒരുപാട് മൾട്ടിപ്പിൾ വിർച്വൽ മെഷീൻസ് ക്രിയേറ്റ് ചെയ്യും. എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു വിർച്വൽ മെഷീനിൽ കാലി ലിനക്സ് റൺ ചെയ്യാം, ഒരെണ്ണത്തിൽ എനിക്ക് ഉബുണ്ടു റൺ ചെയ്യാം, ഒരെണ്ണത്തിൽ എനിക്ക് സെൻറ്റോസ് റൺ ചെയ്യാം. ഓക്കെ, ഇതേ സെയിം കൺസെപ്റ്റ് ആക്ച്വലി ഇതുപോലെ തന്നെയാണ് എവിടെയും നടക്കുന്നത്, AWSും ചെയ്യുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ
ഓക്കെ, ഇത് നമ്മളുടെ AWSന്റെ ആക്ച്വൽ ഹാർഡ്വെയർ ആണെന്ന് വിചാരിക്കും. ഓക്കെ, AWSനുണ്ടായിരിക്കും അവരുടെ ഒരു ആക്ച്വൽ ഹാർഡ്വെയർ അല്ലേ. അതിൻ്റെ മുകളിൽ അവർ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും, ഒരു ഹൈപ്പർവൈസർ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടായിരിക്കും. ക്ലൗഡിലെ കാര്യമാണ്, ഹൈപ്പർവൈസർ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടായിരിക്കും. ഓക്കെ, മേ ബി അത് ഓപ്പൺ സോഴ്സ് ഫ്രീ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു എന്താ പറയുക ഒരു ഹൈപ്പർവൈസർ അവർ നല്ല രീതിയിൽ പുതിയതായിട്ട് പല കാര്യങ്ങളും അതിൽ ഫീച്ചേഴ്സൊക്കെ കൂടുതൽ ഇംപ്ലിമെൻ്റ് ചെയ്ത് നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്ത് അങ്ങനെ ചെയ്തിട്ടുണ്ടാവാം. അതല്ല AWSൻ്റെ തന്നെ മേ ബി അവരുടെ കസ്റ്റം ഹൈപ്പർവൈസർ ഉണ്ടാവും, ഏതോ ഒരു ഹൈപ്പർവൈസർ അവർ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടായിരിക്കണം അല്ലേ. അതിൻ്റെ മുകളിൽ ഓക്കെ, ഇതൊക്കെ AWSൻ്റെ ബാക്കെൻഡിലുള്ള കാര്യങ്ങളായിരിക്കാം. ഇതിൻ്റെ മുകളിൽ വിർച്വൽ മെഷീൻസ് ആരെ ക്രിയേറ്റ് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മളാണ്. ഞാൻ എന്ത് ചെയ്യും, ഞാനൊരു EC2 മെഷീന് ഞാൻ റൺ ചെയ്യാണ്, ഞാൻ പുതിയതായിട്ട് ലോഞ്ച് ചെയ്ത്. ശരിക്കും ആ EC2 മെഷീന് വന്നത് ഹൈപ്പർവൈസറിൻ്റെ മുകളിലാണ് അല്ലേ. നെക്സ്റ്റ് നിങ്ങളിൽ ആരെങ്കിലും ഒരാൾ എന്ത് ചെയ്തു, ഒരു EC2 മെഷീന് ലോഞ്ച് ചെയ്തു. അങ്ങനെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന EC2 മെഷീൻസ് ഒക്കെ എവിടെയാണ് ക്രിയേറ്റ് ആവുന്നത്, AWSൻ്റെ ആക്ച്വൽ ഹാർഡ്വെയർ ഉണ്ടായിരിക്കും. ആ ഹാർഡ്വെയറിലെ എന്തിലാ പറയുക വിർച്വലൈസേഷൻ ചെയ്യുന്ന ഹൈപ്പർവൈസറിലാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അല്ലാണ്ടെങ്കിൽ ആ ഒരു കൺസെപ്റ്റാണ് വരുന്നത്. അതായത് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന EC2 ഒക്കെ ആക്ച്വലി എന്താണ്, VM ആണ്, വിർച്വൽ മെഷീൻസ് ആണ്. ഓക്കെ, വിർച്വൽ മെഷീൻ എന്ന് പറയുമ്പോൾ നമ്മൾ കാണുന്നില്ല, ഫിസിക്കലി നമ്മളത് എന്താ പറയുക ടച്ച് ചെയ്യാനോ അല്ല ടച്ച് ഫീലിങ്ങോ അതല്ല നമ്മൾ ഐ കോണ്ടാക്റ്റോ ഒന്നുമില്ല, എല്ലാതും ഒരു വിർച്വൽ കൺസെപ്റ്റാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ഓരോരുത്തരും ക്രിയേറ്റ് ചെയ്യുന്നത് ശരിക്ക് ഇങ്ങനെയാണ്, അവരുടെ ആ ഒരു വിർച്വലൈസേഷനാണ് അവിടെ പോസിബിൾ ആക്കുന്നത് നമ്മൾ ഓരോ VMഉം ക്രിയേറ്റ് ചെയ്യുമ്പോൾ. അപ്പോൾ ഇത് എൻ്റെ EC2 മെഷീനാണ്, ഇതിൽ എൻ്റെ അപ്ലിക്കേഷൻ ഉണ്ടായിരിക്കും. ഇത് നിങ്ങൾ ആരെങ്കിലും ക്രിയേറ്റ് ചെയ്തതായിരിക്കാം, അതിൽ നിങ്ങളുടെ അപ്ലിക്കേഷൻ ഉണ്ടായിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവരെല്ലാം പരസ്പരം എന്തായിരിക്കും, ഐസൊലേറ്റഡ് ആണ് അല്ലേ. അതായത് എൻ്റെ EC2 മെഷീനും എൻ്റെ അപ്ലിക്കേഷനും കോൺഫിഗറേഷനും ഒന്നും ഇവിടെ ഇരിക്കുന്ന ഒരാൾക്ക് കാണാൻ കഴിയില്ല, ഇതിന് അങ്ങോട്ടും പരസ്പരം കാണാൻ കഴിയില്ല. ഓക്കെ, അതുകൊണ്ട് കമ്മ്യൂണിക്കേഷനോ കണക്ഷനോ കാര്യങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല, എല്ലാം കംപ്ലീറ്റ്ലി എന്തായിരിക്കും, ഐസൊലേറ്റഡ് ആയിരിക്കും. അപ്പോൾ മനസ്സിലാക്കേണ്ടത് ഹൈപ്പർവൈസർ എന്ന് പറയുന്നത് എന്താണ്, ഒരു സോഫ്റ്റ്വെയർ ആണ്. നമ്മുടെ ക്ലൗഡ് ടെക്നോളജിയിലൊക്കെ കൂടുതൽ യൂസ് ചെയ്യുന്ന വിർച്വലൈസേഷൻ പോസിബിൾ ആക്കുന്നത് ഇത്തരം ഹൈപ്പർവൈസേഴ്സ് ആണ്. ഓക്കെ, ഹൈപ്പർവൈസേഴ്സ് പരസ്പരം എന്തായിരിക്കും, ഐസൊലേറ്റഡ് ആയിട്ടുള്ളൊരു എൻവിറോൺമെൻ്റ് ആണ് അവർ ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഐസൊലേറ്റഡ് എൻവിറോൺമെൻ്റ് ആയിരിക്കും. EC2 എന്ന് പറയുന്നത് എന്താണ്, ഒരു VM ആണ്, ഒരു വിർച്വൽ മെഷീനാണ്. ഓക്കെ, അതുപോലെ തന്നെ മറ്റൊരു ഫീച്ചർ എന്താണെന്ന് പറഞ്ഞാൽ പോർട്ടബിലിറ്റിയും ഇവിടെ അപ്ലിക്കബിൾ ആണ്. അതായത് എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഈ VMനെ എനിക്ക് ഇവിടുന്ന് എടുത്തിട്ട് വേറെ ഏതെങ്കിലും സ്ഥലത്ത് കൊണ്ടുപോയിട്ട് ഇടാനോ വേറെ എവിടെയെങ്കിലും എനിക്ക് വേറെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതും അതും പോസിബിളാണ്. ഓക്കെ, അപ്പോൾ ഇത്തരം ഫീച്ചേഴ്സാണ് എന്ത് തരുന്നത്, വിർച്വലൈസേഷൻ വഴി നമ്മൾക്ക് AWSൻ്റെ സൈഡിൽ നിന്നും കിട്ടുന്ന മറ്റു കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ ഇതും എന്ത് ചെയ്യുക, ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. പിന്നെ വിർച്വലൈസേഷനൊക്കെ എന്താണെന്ന് നല്ല രീതിയിൽ നമ്മൾ ഡോക്കർ പഠിക്കുന്ന ടൈമിൽ ഡോക്കറും വിർച്വൽ മെഷീനും തമ്മിലുള്ള ഡിഫറൻസും കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, ഒരു EC2 മെഷീന് ക്രിയേറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മളുടെ കൺസോളിൽ വന്നു കഴിഞ്ഞാൽ ഇൻസ്റ്റൻസസ് എടുക്കുക. അത് കഴിഞ്ഞാൽ ഇവിടെ ആസ് ഓഫ് നൗ ഒരു EC2 മെഷീന് അപ്പ് ആൻഡ് റണ്ണിങ് ആണ്. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒരെണ്ണം കൂടി ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ എന്ത് ചെയ്യാം, നമ്മൾക്ക് നമ്മളുടെ മെഷീനിന് വേണ്ട ഒരു നെയിം കൊടുക്കാം. അതായത് മെഷീനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ജസ്റ്റ് ഒരു നെയിം. ഞാൻ അവിടെ ജസ്റ്റ് മൈ സെർവർ എന്ന് കൊടുക്കും. മൈ സെർവർ. ഓക്കെ, എന്ത് പേര് വേണമെങ്കിലും കൊടുക്കാം. ഞാൻ ജസ്റ്റ് എനിക്ക് മനസ്സിലാകാൻ വേണ്ടി ഞാൻ ജസ്റ്റ് സെർവറിന് ഒരു പേര് കൊടുത്തു. ഓക്കെ, അത് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആമസോൺ മെഷീൻ ഇമേജ് നമ്മളുടെ OSന് വേണ്ട, നമ്മളുടെ സെർവറിന് വേണ്ട ഓപ്പറേറ്റിംഗ് സിസ്റ്റം വേണം നമ്മളിവിടെ സെലക്ട് ചെയ്യാൻ. ഇവിടെ വന്ന് നോക്കിയാൽ അറിയാം ആമസോൺ ലിനക്സ് ഉണ്ട്. അതായത് ആമസോൺ അവരുടേതായിട്ടുള്ള ആമസോണിൻ്റെ സൈഡിൽ നിന്നുള്ള ഒരു OS ആണത്, ആമസോൺ ലിനക്സ്. അതല്ല മാക് OS ഉണ്ട്, ഉബുണ്ടു ഉണ്ട്, വിൻഡോസ് ഉണ്ട്, റെഡ് ഹാറ്റ് ഉണ്ട്, സൂസ് ഉണ്ട്. അതായത് ഡിഫറെൻറ്റ് ഡിസ്ട്രിബ്യൂഷനിലുള്ള എന്താ പറയുക ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് ഇവിടെ അവൈലബിളാണ്. അപ്പോൾ ഇവിടെ ഞാൻ എന്ത് ചെയ്യണേ, എനിക്ക് വേണ്ടത് ഉബുണ്ടു ആണ്. ഞാൻ ജസ്റ്റ് ഉബുണ്ടു സെലക്ട് ചെയ്തു. അത് കഴിഞ്ഞാൽ നമ്മൾക്കറിയാം
ഉബുണ്ടുവിൽ തന്നെ ആ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ തന്നെ അതിൻ്റെ ഡിഫറെൻറ്റ് വേർഷൻസ് ഉണ്ടായിരിക്കും അല്ലേ. ഇപ്പോൾ ഉബുണ്ടു 18 ഉണ്ടായിരിക്കും, 20 ഉണ്ടായിരിക്കും, 22, 24 അങ്ങനെ ഡിഫറെൻ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾക്ക് ഏതെങ്കിലും സ്പെസിഫിക് ഏതെങ്കിലും ഒരു വേർഷൻ വേണം എന്നുണ്ടെങ്കിൽ ഈ ഡ്രോപ്പ് ഡൗണിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ അതും അവൈലബിൾ ആണ്. ഓക്കെ, ഏത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എടുത്താലും അതിൻ്റെ ഡിഫറെൻറ്റ് വേർഷൻസ് ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ ഫ്രീ ടിയർ എലിജിബിൾ ആയിട്ടുള്ള ഒരു അക്കൗണ്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് എലിജിബിൾ ആയിട്ടുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ നേരെ ഫ്രീ ടിയർ എലിജിബിൾ എന്നുണ്ടായിരിക്കും. അപ്പോൾ ഞാനിവിടെ എടുക്കുന്നത് ഉബുണ്ടു സെർവർ 24.04 വേർഷൻ, അതായത് 24.04 വേർഷനാണ് ഞാനിവിടെ സെലക്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഉബുണ്ടു ആണ് ഞാൻ സെലക്ട് ചെയ്ത ഓപ്പറേറ്റിംഗ് സിസ്റ്റം. താഴെ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ആർക്കിടെക്ചർ ഇവിടെ ഉണ്ട്. നമുക്ക് ആം ബേസ്ഡ് വേണമെന്നുണ്ടെങ്കിൽ ആം സെലക്ട് ചെയ്യാം, അതല്ല 64 ബിറ്റ് വേണമെന്നുണ്ടെങ്കിൽ 64 ബിറ്റ് സെലക്ട് ചെയ്യാം. ബൈ ഡിഫോൾട്ട് 64 ബിറ്റ് ആയിരിക്കും കിടക്കുന്നുണ്ടായിരിക്കുക. അതുപോലെ AMI ID ഉണ്ട്, അതായത് നമ്മൾ സെലക്ട് ചെയ്യുന്ന AMI ആമസോൺ മെഷീൻ ഇമേജിന് AWS തരുന്ന എന്തുണ്ടായിരിക്കും, ഒരു യുണീക്ക് ആയിട്ടുള്ള ഒരു AMI ID നമ്മൾക്ക് ഇവിടെ അവൈലബിൾ ആണ്. നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ഇൻസ്റ്റൻസ് ടൈപ്പ്. ഓക്കെ, ഇവിടെ വന്നു കഴിഞ്ഞാൽ ഡിഫറെൻറ്റ് ഇൻസ്റ്റൻസുകൾ അവൈലബിൾ ആണ്. ഇൻസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെർവർ മെഷീൻസ്. ഓക്കെ, അതായത് നമ്മൾക്ക് വേണ്ട സ്പെസിഫിക്കേഷൻ അനുസരിച്ച് എന്താ പറയുക, AWS തന്നെ എന്താണ് ഓൾറെഡി കാറ്റഗറൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഇൻസ്റ്റൻസസ് ഉണ്ട്. ഇവിടെ വരിക ഇൻസ്റ്റൻസ് ടൈപ്പ്, ഈ ഡ്രോപ്പ് ഡൗൺ എടുത്തു കഴിഞ്ഞാൽ T2 മൈക്രോൺ എന്ത് ഫ്രീ ടിയർ ആയിട്ട് നമ്മൾക്ക് എലിജിബിൾ ആയിട്ട് തന്നിട്ടുള്ളത്. ഓക്കെ, ഫ്രീ ടിയർ മൈക്രോക്ക് T2 മൈക്രോക്ക് 1 CPU അതുപോലെ 1 GB മെമ്മറിയാണ് ആ ഒരു സെർവറിൻ്റെ സ്പെസിഫിക്കേഷൻ. അതായത് 1 CPU ഉണ്ടായിരിക്കും, 1 GB മെമ്മറി ഉണ്ടായിരിക്കും. ഓക്കെ, T2 മൈക്രോ എന്നാണ് ആ ഒരു സെർവറിൻ്റെ പേര്, AWS കൊടുത്തിട്ടുള്ള പേര് അതാണ്. അപ്പോൾ 1 CPU 1 GB മെമ്മറി മാത്രമേ ഉണ്ടായിരിക്കത്തുള്ളൂ ആ സെർവറിന്. അപ്പോൾ അതിൻ്റെ പെർഫോമൻസ് നല്ല രീതിയിൽ കുറവായിരിക്കും. നമ്മൾക്ക് വലിയ രീതിയിലുള്ള അപ്ലിക്കേഷൻ ഡിപ്ലോയ് ചെയ്യുന്നതോ അല്ലാന്നുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള പെർഫോമൻസ് ഒന്നും അതിനെന്താ കഴിയില്ല, പ്രൊവൈഡ് ചെയ്യാൻ കഴിയില്ല. തൊട്ട താഴെ വന്നാൽ T2 സ്മോൾ ഉണ്ട്. ഇപ്പോൾ T2 മൈക്രോയും T2 സ്മോൾ എന്താ ഡിഫറൻസ്, അതിൻ്റെ മെമ്മറിയിൽ കുറച്ച് ഡിഫറൻസ് ഉണ്ട്. T2 മൈക്രോ 1 GB മെമ്മറിയാണ്, T2 സ്മോൾ 2 GB മെമ്മറിയാണ്, റൈറ്റ്. അതുപോലെ തന്നെ താഴോട്ട് വരുന്നിടത്തോളം നമ്മൾക്ക് ഡിഫറെൻറ്റ് ഇൻസ്റ്റൻസ് ടൈപ്പുകൾ കാണാം. T2 മീഡിയം, T2 ലാർജ്, T2 എക്സ് ലാർജ്. അപ്പോൾ ഇതിൻ്റെ ഒക്കെ സ്പെസിഫിക്കേഷൻ ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് അറിയാം ഇത് 2 CPU ആയി, അതായത് 2 CPU 4 GB മെമ്മറിയും ഉണ്ട് ഈ ഒരു മെഷീന്. അപ്പോൾ നമ്മൾക്ക് മനസ്സിലാവും 2 CPU ഉണ്ട്, അതുപോലെ 4 GB മെമ്മറി ഉണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ ഒരു മീഡിയം ലെവലിൽ ഒരു പെർഫോമൻസ് കാഴ്ചവെക്കാൻ പറ്റുന്ന ഒരു സെർവറാണ് അത്. ഓക്കെ, താഴോട്ട് വന്നു കഴിഞ്ഞാൽ അതിലും ഹൈ സ്പെക്കുള്ള മെഷീൻസ് അവൈലബിൾ ആണ്. ഇനിയും നല്ല രീതിയിൽ താഴോട്ട് വന്നു കഴിഞ്ഞാൽ T2 T3 എന്നൊക്കെ പറയുന്ന ഫാമിലികൾ കിട്ടും. ഓക്കെ, അതും കഴിഞ്ഞാൽ നെക്സ്റ്റ് നമുക്ക് എന്താ വരുന്നത്, C5 4X, അതായത് C ഫാമിലി ആയി. താഴോട്ട് വരുന്നതിനനുസരിച്ച് ഡിഫറെൻറ്റ് സെർവറുകൾ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മളുടെ ആവശ്യത്തിനനുസരിച്ച് നമ്മളുടെ നീഡിനനുസരിച്ച് നമ്മൾക്ക് ഏത് സെർവർ വേണമെന്നുണ്ടെങ്കിലും ചൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾ ഫ്രീ ടിയർ എലിജിബിൾ ആയിട്ടുള്ള ഒരു സർവീസ് നോക്കുന്നതുകൊണ്ട് ഞാനിവിടെ T2 മൈക്രോണ് സെലക്ട് ചെയ്യുന്നത്. നമ്മൾക്കിപ്പോൾ ജസ്റ്റ് ടെസ്റ്റിങ്ങും ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് T2 മൈക്രോ നല്ല രീതിയിൽ ധാരാളമാണ്. ഓക്കെ, നമുക്ക് നല്ല രീതിയിൽ യൂസ് ചെയ്യാനും പറ്റും. ഞാൻ എന്ത് ചെയ്തു, ആ ഒരു മെഷീൻ ഞാൻ സെലക്ട് ചെയ്തു. നെക്സ്റ്റ് ഇവിടെ വേണ്ടത് കീപെയർ ആണ്, അതായത് ലോഗിൻ ചെയ്യാൻ. നമ്മൾക്ക് നമ്മളുടെ സെർവറിലോട്ട് ലോഗിൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ, അതായത് AWSൻ്റെ നമ്മളൊരു EC2 മെഷീൻ എടുക്കുമ്പോഴുള്ള മറ്റു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒരു ഗ്രാഫിക്കൽ ഇൻ്റർഫേസ്, ഒരു GUI ഉണ്ടാവത്തില്ല. ഓക്കെ, നമ്മൾ ഫുൾ കണക്ട് ചെയ്യുന്നത് ഏത് വഴിയായിരിക്കും, ടെർമിനൽ ടു ടെർമിനൽ ആയിരിക്കും. ഓക്കെ, ഷെല്ല് എന്നൊക്കെ പറയില്ലേ, ബ്ലാക്ക് ഷെല്ലൊക്കെ കണ്ടിട്ടില്ലേ, അല്ലാണ്ടെങ്കിൽ നമ്മുടെ വിൻഡോസിൽ CMD പവർ ഷെല്ല്, ഓക്കെ, പവർ ഷെല്ല് ഉണ്ടായിരിക്കും, CMD ഉണ്ടായിരിക്കും. അതുപോലെ ഷെല്ലുകൾ തമ്മിലായിരിക്കും നമ്മൾ കണക്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ ഇതെൻ്റെ സെർവറാണ്, ഇതെൻ്റെ EC2 മെഷീനാണ്, ഇതെൻ്റെ ലാപ്ടോപ്പാണ്.
അപ്പോൾ ഞാൻ എൻ്റെ ലാപ്ടോപ്പിൽ നിന്നും ഞാനിപ്പോൾ പർച്ചേസ് ചെയ്യുന്ന ഈ EC2 മെഷീനിലോട്ട് എനിക്ക് ലോഗിൻ ചെയ്യണം, കണക്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ അവിടെ ഒതൻറ്റിക്കേഷൻ നടക്കണം. ഓക്കെ, ഇപ്പോൾ നമ്മൾ എക്സാമ്പിൾ നമ്മൾ ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷനിലോട്ട് നമ്മൾ ലോഗിൻ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് വരുന്ന ഒരു ഒതൻറ്റിക്കേഷൻ ടോക്കൺ എന്താണ്? യൂസർ നെയിമും പാസ്വേഡും അല്ലേ? യൂസർ നെയിം പ്രൊവൈഡ് ചെയ്യണം, അതുപോലെ പാസ്വേഡും അടിച്ചു കൊടുത്ത് അത് കറക്റ്റ് ആണെങ്കിൽ മാത്രമേ നമ്മൾക്ക് ആ ഒരു ആപ്ലിക്കേഷൻ്റെ അകത്തോട്ട് ആക്സസ് കിട്ടത്തുള്ളൂ. അതുപോലെ തന്നെ EC2ൻ്റെ അകത്തോട്ട് നമ്മൾക്ക് കയറണം എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് എന്ത് വേണം? ഇതുപോലെ ഒതൻറ്റിക്കേഷൻ നടക്കണം. അപ്പോൾ ഇത് പോസിബിൾ ആക്കുന്നത് കീസ് ഉപയോഗിച്ചിട്ടാണ്. ഓക്കെ, അതായത് ഒരു കീ പെയർ ഉപയോഗിച്ചിട്ടാണ് കീസ്. ഈ കീ പെയറിൽ വരുന്നത് 2 കീ ആണ്. ഓക്കെ, ഒന്ന് വരുന്നത് പബ്ലിക് കീ, നെക്സ്റ്റ് വരുന്നത് പ്രൈവറ്റ് കീ. പ്രൈവറ്റ് കീ എവിടെ ആയിരിക്കും എന്ന് ചോദിച്ചാൽ നമ്മൾ ക്ലയൻറ്റ് സൈഡിലായിരിക്കും, അതായത് യൂസർ സൈഡിൽ നമ്മളുടെ അടുത്തായിരിക്കും ഈ കീ ഉണ്ടായിരിക്കുക. പബ്ലിക് കീ എപ്പോഴും ഉണ്ടാവുന്നത് സെർവറിൻ്റെ അകത്തായിരിക്കും. സെർവറിൻ്റെ അകത്ത് ഒരു സ്പെസിഫിക് ചെയ്തിട്ട് ഒരു പാത്ത് ഉണ്ട്, അതായത് .sshൽ ഓതറൈസ്ഡ് കീസിൻ്റെ അകത്തായിരിക്കും എന്തുണ്ടായിരിക്കുക? പബ്ലിക് കീ ഉണ്ടായിരിക്കുക സെർവറിൻ്റെ അകത്ത്. അപ്പോൾ നമ്മൾ ഇവിടെ ഒരു EC2 മെഷീൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്താണ് ആക്ച്വലി ക്രിയേറ്റ് ചെയ്യുന്നത്? ആ കീ പെയർ ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഓൾറെഡി എൻ്റെ ഇതിൽ കീ പെയറുകൾ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കീ പെയർ ഇല്ല എന്നുണ്ടെങ്കിൽ ഇവിടെ ജസ്റ്റ് ക്രിയേറ്റ് കീ പെയർ കൊടുക്കുക. ഇവിടെ എന്തെങ്കിലും ഒരു പേര്, ഇഷ്ടമുള്ള പേര് നിങ്ങൾക്ക് കൊടുക്കാം. ഓക്കെ, എന്നിട്ട് പെം നിങ്ങൾ പുട്ടി യൂസ് ചെയ്ത് SSH ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ .ppk സെലക്ട് ചെയ്യുക. അതല്ല ഓപ്പൺ SSH ടൂളാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ .pem എടുക്കുക. ഓക്കെ, അതെടുത്ത് ജസ്റ്റ് താഴെ ക്രിയേറ്റ് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ അത് ആ ഒരു ജനറേറ്റ് ആയി വരും. ഓക്കെ, അതല്ല നിങ്ങളുടെ അടുത്ത് ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത മുന്നൊക്കെ EC2 മെഷീന് വേണ്ടി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെയും അവൈലബിൾ ആയിരിക്കും. അപ്പോൾ എൻ്റെ അടുത്ത് ഓൾറെഡി കീ ഉള്ളതുകൊണ്ട് ഞാൻ ആ ഒരു കീ ആണ് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ആക്ച്വലി ശരിക്കും അവിടെ ബിഹൈൻഡിൽ എന്താ സംഭവിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആ കീ പെയർ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ലോക്കൽ മെഷീനിലോട്ട് എന്ത് വരും? പ്രൈവറ്റ് കീ വരും. ഓക്കെ, സെർവറിൻ്റെ അകത്തോട്ട് എന്ത് പോകും? പബ്ലിക് കീ പോകും. മനസ്സിലായോ? അപ്പോൾ നിങ്ങൾ ഇനി ലാപ്ടോപ്പിൽ നിന്നും സെർവറിലോട്ട് SSH പ്രോട്ടോക്കോൾ ഉപയോഗിച്ച് കണക്ഷൻ എടുക്കുമ്പോൾ, ലോഗിൻ ചെയ്യുമ്പോൾ ഈ കീയും തമ്മിൽ മാച്ച് ആവുന്നുണ്ടോ എന്നാണ് പ്രോട്ടോക്കോൾ SSH ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ 2 കീയും മാച്ച് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഇതിൻ്റെ അകത്തോട്ട് ലോഗിൻ പോസിബിൾ ആണ്. ഓക്കെ, ഇതാണ് അവിടെ നടക്കുന്ന ഒരു മെക്കാനിസം. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? നമ്മൾ ആ കീ ഇവിടെ മെൻഷൻ ചെയ്ത് കൊടുത്തു. പിന്നെ നെറ്റ്വർക്ക് സെറ്റിങ്സ് ആണ്, അതായത് ഓൾറെഡി നിങ്ങളെല്ലാവരും AWS ക്രിയേറ്റ് ചെയ്തപ്പോൾ ബൈ ഡിഫോൾട്ട് ഒരു VPC ഉണ്ടായിരിക്കും. VPC മീൻസ് വിർച്വൽ പ്രൈവറ്റ് ക്ലൗഡ്. VPC വിർച്വൽ പ്രൈവറ്റ് ക്ലൗഡ്. വിർച്വൽ പ്രൈവറ്റ് ക്ലൗഡ് ഉണ്ടായിരിക്കും, ഒരു VPC ഉണ്ടായിരിക്കും. ആ VPCൻ്റെ അകത്താണ് നമ്മളിപ്പോൾ എന്താ പറയുക, ഞാനിപ്പോൾ ലോഞ്ച് ചെയ്യുന്ന EC2 മെഷീൻ ക്രിയേറ്റ് ആവുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന EC2 മെഷീനൊക്കെ ഈ ഒരു വിർച്വൽ പ്രൈവറ്റ് ക്ലൗഡാണ്. അതൊരു വിർച്വൽ കൺസെപ്റ്റാണ്, അതായത് ഒരു നെറ്റ്വർക്കാണ്. ആ നെറ്റ്വർക്കിൻ്റെ ഉള്ളിലാണ് ക്രിയേറ്റ് ആവുന്നത്. ഓക്കെ, ഞാൻ എത്ര EC2 മെഷീൻ ക്രിയേറ്റ് ചെയ്യുന്നതും ഒക്കെ ആ ഒരു VPCക്ക് അകത്തായിരിക്കും. അതല്ല എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? എനിക്ക് എൻ്റേതായിട്ടുള്ള കസ്റ്റമായിട്ടുള്ള എൻ്റെ നെറ്റ്വർക്ക് എനിക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. എനിക്ക് എൻ്റേതായിട്ടുള്ള ഒരു VPC ക്രിയേറ്റ് ചെയ്യുന്നതും പോസിബിളാണ്. എന്നിട്ട് ഇതുപോലെ EC2 മെഷീൻസ് ഞാൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ എഡിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ കണ്ടോ, ഈ ഡ്രോപ്പ് ഡൗണിൽ ഞാൻ ക്രിയേറ്റ് ചെയ്ത VPC ഇവിടെ വരും.
അത് ഞാൻ VPC സെഷനിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് നമ്മുടെ സ്വന്തമായിട്ടുള്ളൊരു VPC ഒക്കെ ക്രിയേറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ തന്നെ കാണാം ഇത് ഡിഫോൾട്ട് VPC ആണ്. ഓക്കെ, വേറെ നമ്മൾ എക്സ്ട്രാ VPC ഒന്നും ക്രിയേറ്റ് ചെയ്യാത്തതുകൊണ്ടാണ് ഇവിടെ ഒന്നും ലിസ്റ്റ് ചെയ്ത് കാണിക്കാത്തത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ ഒരു സെഷൻ നമുക്ക് VPCയുടെ ടൈമിൽ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അത് ജസ്റ്റ് നിങ്ങൾക്ക് ഇപ്പോൾ ഇഗ്നോർ ചെയ്യാം. ഓക്കെ, എന്നാലും ഇത് മനസ്സിലാക്കി വെക്കുക, നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് എന്തായിരിക്കും, ഇപ്പോൾ ക്രിയേറ്റ് ചെയ്യുന്നത് അവിടെ വരിക, ഇപ്പോൾ ക്രിയേറ്റ് ചെയ്യുന്ന ഓരോ മെഷീനും ഡിഫോൾട്ട് VPCക്ക് അകത്തായിരിക്കും. കസ്റ്റം VPC വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യുന്നതും പോസിബിൾ ആണ്. എന്നിട്ട് EC2 മെഷീൻ ലോഞ്ച് ചെയ്യുമ്പോൾ നമ്മളുടെ VPC പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ആ EC2 മെഷീന് ഇവിടെ ആയിരിക്കും വരിക. ഇതും ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഇപ്പോൾ VPC ഒക്കെ പറഞ്ഞു കൊടുത്തു. അത് കഴിഞ്ഞാൽ ഇവിടെ സെക്യൂരിറ്റി ഗ്രൂപ്പ് ഉണ്ട്. സെക്യൂരിറ്റി ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഫയർവാൾ ആണ്. ഫയർവാൾ അതായത് നമ്മൾ യൂസ് ചെയ്യുന്ന നമ്മളുടെ കമ്പ്യൂട്ടറിനും ലാപ്ടോപ്പിനും ഒക്കെ എന്തുണ്ടായിരിക്കും, തേർഡ് പാർട്ടിയോ അല്ലാന്നുണ്ടെങ്കിൽ മൈക്രോസോഫ്റ്റിൻ്റെ ഏതെങ്കിലുമൊക്കെ ഫയർവാൾ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവും. എന്ത് നമ്മൾ യൂസ് ചെയ്യുന്നത്, അറ്റാക്കേഴ്സ് വരാതിരിക്കാനും അതുപോലെ എന്തെങ്കിലും ബ്രൂട്ടൽ അറ്റാക്ക് എന്തെങ്കിലുമൊക്കെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു പ്രൊട്ടക്ടറാണല്ലേ. ഓക്കെ, അതുപോലെ നമ്മളുടെ EC2 മെഷീനും നമ്മൾക്ക് എന്ത് ക്രിയേറ്റ് ചെയ്യണം, ഫയർവാൾ ക്രിയേറ്റ് ചെയ്യണം. ഇതിപ്പോൾ എൻ്റെ EC2 മെഷീനാണ് എന്നുണ്ടെങ്കിൽ ഒരു ഫയർവാൾ, ജസ്റ്റ് ലൈക്ക് എന്താ പറയുക, ഒരു പ്രൊട്ടക്ഷൻ. ഓക്കെ, അതായത് നമ്മൾ നോർമലി സെർവറിലോട്ട് ഏത് വഴിയാണ് കണക്ഷൻ നടത്തുക. ഇപ്പം ഞാനൊരു ലാപ്ടോപ്പ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾക്കറിയാം ലാപ്ടോപ്പിൻ്റെ സൈഡിൽ ഒരുപാട് പോർട്ടുകൾ അവൈലബിൾ ആയിരിക്കും അല്ലേ. USB പ്ലഗിൻ ചെയ്യാനും ചാർജർ പ്ലഗിൻ ചെയ്യാനും അതുപോലെ മൗസ് പ്ലഗിൻ ചെയ്യാനുള്ളൊക്കെ പോർട്ടുകൾ അവൈലബിൾ ആണ്. അതുപോലെ സെർവറിലും ഒത്തിരി പോർട്ടുകൾ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ പോർട്ട് ത്രൂ ആണ് നമ്മൾ എന്ത് ചെയ്യുക, സെർവറിലോട്ട് റിക്വസ്റ്റുകളും കാര്യങ്ങളൊക്കെ സെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ് നമ്മുടെ ലാപ്ടോപ്പിൽ നിന്നും എൻ്റെ ലാപ്ടോപ്പാണെന്നുണ്ടെങ്കിൽ ലാപ്ടോപ്പിൽ നിന്നും ഞാൻ എന്ത് ചെയ്യും, ലോഗിൻ ചെയ്യാൻ റിക്വസ്റ്റ് അയക്കും അല്ലേ. ആ റിക്വസ്റ്റ് അയക്കും, അതായത് SSH പ്രോട്ടോക്കോൾ ഉപയോഗിച്ച് ഞാൻ റിക്വസ്റ്റ് അയക്കും. അപ്പോൾ ആക്ച്വലി ഇത് ഏത് പോർട്ടിലൂടെ പോകുന്നത്, SSHൻ്റെ പോർട്ട് നമ്പർ എത്ര, 22. അപ്പോൾ 22 പോർട്ടിലൂടെയാണ് റിക്വസ്റ്റ് ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ ഇത് എൻ്റെ സെക്യൂരിറ്റി ഗ്രൂപ്പാണ് എന്നുണ്ടെങ്കിൽ സെക്യൂരിറ്റി ഗ്രൂപ്പ്. ഓക്കെ, സെക്യൂരിറ്റി ഗ്രൂപ്പിൽ ഞാൻ പോർട്ട് നമ്പർ 22 ഓപ്പൺ ആക്കിയാൽ അല്ലാന്നുണ്ടെങ്കിൽ എനേബിൾ ആക്കിയാൽ മാത്രമേ SSH കണക്ഷൻ ഇങ്ങോട്ട് എത്തത്തുള്ളൂ. ഓക്കെ, അതുപോലെ എനിക്കൊരു HTTP റിക്വസ്റ്റ്, എൻ്റെ ഇതിലൊരു ആപ്ലിക്കേഷൻ ഉണ്ട്, എൻ്റെ EC2 ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്, HTTP 80 പോർട്ടിൽ റൺ ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. ഇതെൻ്റെ ഒരു കസ്റ്റമറാണ്, അല്ലാണ്ട് എൻ്റെ ഒരു ക്ലയൻ്റാണ്, യൂസറാണ്. ഈ ഒരു യൂസറിന് ഈ ഒരു ആപ്ലിക്കേഷൻ ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി സെക്യൂരിറ്റി ഗ്രൂപ്പിൽ ഞാൻ എന്തോ ഓപ്പൺ ആക്കണം, 80 പോർട്ട് എനേബിൾ ചെയ്താലേ പുള്ളിക്ക് ഈ ആപ്ലിക്കേഷൻ ആക്സസിബിൾ ആവത്തുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതുപോലെ പോർട്ടുകൾ ഓപ്പൺ ചെയ്തിട്ടും ക്ലോസ് ചെയ്തിട്ടും പല ആക്സസും റെസ്ട്രിക്റ്റ് ചെയ്യാനും പല അറ്റാക്കിങ്ങും നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, റെസ്ട്രിക്റ്റ് ചെയ്യാൻ പോസിബിൾ ആണ്. ഓക്കെ, അപ്പോൾ അതിനുവേണ്ടി നമുക്ക് എന്ത് ചെയ്യണം, ഒരു സെക്യൂരിറ്റി ഗ്രൂപ്പ്, ഫയർവാളിനെ AWSൻ്റെ ലാംഗ്വേജിൽ നമ്മൾ പറയുന്നത് സെക്യൂരിറ്റി ഗ്രൂപ്പ് എന്നാണ്. അതാണ് ഞാനിവിടെ SG എന്ന് ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആ സെക്യൂരിറ്റി ഗ്രൂപ്പ് ഓൾറെഡി നമ്മളുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ സെലക്ട് എക്സിസ്റ്റിംഗ് ഗ്രൂപ്പ് എടുത്ത് ഡ്രോപ്പ് ഡൗണിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഓക്കെ, അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടെ നിങ്ങൾക്കൊരു സെക്യൂരിറ്റി ഗ്രൂപ്പിന് ഒരു പേര് കൊടുക്കാം. ഞാനിവിടെ SG എന്ന് കൊടുത്ത് ജസ്റ്റ് SG1 എന്ന് കൊടുത്ത്. ഓക്കെ, ഡിസ്ക്രിപ്ഷൻ വേണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കൊടുക്കാം, ഓപ്ഷണലാണ്. ഓക്കെ, എന്നിട്ട് എന്ത് കൊടുക്കാം, ഇവിടെ ഏത് പ്രോട്ടോക്കോളാണ് നിങ്ങൾക്ക് എനേബിൾ ചെയ്യേണ്ടത് അതൊക്കെ ഇവിടെ കൊടുക്കാം. ആഡ് സെക്യൂരിറ്റി ഗ്രൂപ്പ് റൂൾ വേണമെങ്കിൽ ഇവിടെ ആഡ് ചെയ്യാം. ഇനി ഇവിടെ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ് എന്നുണ്ടെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിൽ സെക്യൂരിറ്റി ഗ്രൂപ്പ്സ് ഇവിടെ അവൈലബിൾ. അത് പുതിയ ഒരു ടാബിൽ ഞാൻ ജസ്റ്റ് ഓപ്പൺ ആക്കുകയാണ്. ഇവിടെ 2 സെക്യൂരിറ്റി ഗ്രൂപ്പ് എൻ്റെ കയ്യിലുണ്ട്, എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ മൂന്നാമത് ഒരെണ്ണം ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, ജസ്റ്റ് എന്ത് ചെയ്യുക, ഇവിടെ ഒരു പേര് കൊടുക്കുക. ഞാനിവിടെ നേരത്തെ അവിടെ കൊടുത്ത പോലെ SG എന്ന് പേര് കൊടുത്ത് SG1.
ഡിസ്ക്രിപ്ഷൻ വേണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കൊടുക്കാം. ഞാനിവിടെ ചുമ്മാ ഒരു ഡിസ്ക്രിപ്ഷൻ കൊടുത്തു. ഏത് VPC ആണ് നമ്മൾ സെലക്ട് ചെയ്യണം. ഓക്കെ, ഡിഫോൾട്ട് VPCയിലാണ് നമ്മളുടെ മെഷീൻ കിടക്കുന്നത്, അതുകൊണ്ട് ഞാൻ ഡിഫോൾട്ട് VPC തന്നെ സെലക്ട് ചെയ്തു. നെക്സ്റ്റ് ഉള്ളത് ഇൻബൗണ്ട് റൂൾസ് അതുപോലെ ഔട്ട്ബൗണ്ട് റൂൾസ് ആണ്. അതായത് ഒരു മെഷീനെ സംബന്ധിച്ച് ഇത് എൻ്റെ ഒരു മെഷീനാണ്, എൻ്റെ ഒരു EC2 മെഷീനാണ്. EC2 മെഷീനിൽ നിന്ന് പുറത്തോട്ടും റിക്വസ്റ്റുകൾ പോകും, അതുപോലെ അകത്തോട്ടും റിക്വസ്റ്റുകൾ വരും അല്ലേ. പുറത്തോട്ട് പോകുന്നതിനെ നമ്മൾ ഔട്ട്ബൗണ്ട് എന്നും ഉള്ളിലോട്ട് വരുന്ന ഇൻസൈഡിലോട്ട് വരുന്നതിനെ നമ്മൾ ഇൻബൗണ്ട് റൂൾസ് എന്നാണ് പറയാറ്. ഓക്കെ, അപ്പോൾ ആ ഒരു അടിസ്ഥാനത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പുറത്തോട്ട് ഏതൊക്കെ നമുക്ക് പോർട്ടുകൾ ഓപ്പൺ ആക്കണം, അകത്തോട്ട് ഏതൊക്കെ ആക്സസുകൾ വരണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ ഡിഫൈൻ ചെയ്യാൻ കഴിയും. ഓക്കെ, അപ്പോൾ ഇൻബൗണ്ട് റൂൾസിൽ ആസ് ഓഫ് നോ റൂൾസ് ഒന്നുമില്ല. ഞാൻ ആഡ് റൂൾ കൊടുത്തു. എനിക്ക് എന്ത് ചെയ്യണം, ആദ്യം SSH ചെയ്യണം എന്നുണ്ടെങ്കിൽ എനിക്ക് SSH എനേബിൾ ചെയ്യണം അല്ലേ. ഞാൻ ഇവിടെ SSH കൊടുത്തു. അപ്പോൾ SSH അതിൻ്റെ പോർട്ട് ഒക്കെ ബൈ ഡിഫോൾട്ട് ഇവിടെ വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ സോഴ്സ്, അതായത് ഈ 22 പോർട്ടിലൂടെ ഇപ്പം ഞാൻ ഈ ഒരു EC2-ന് ഞാൻ എന്ത് ചെയ്തു, 22 എന്ന് പറയുന്ന പോർട്ട് ഞാൻ ഓപ്പൺ ആക്കി. ഓക്കെ, ഇനി ഇവിടെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരുപാട് റെസ്ട്രിക്ഷൻസ് കൊണ്ടുവരാൻ പറ്റും. അതായത് ഇതിലൂടെ ആർക്കൊക്കെ പോകാം എന്നുള്ളതും എനിക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. അതായത് ഞാൻ പറഞ്ഞു കൊടുക്കുകയാണ്, എനിക്ക് മാത്രം SSH ചെയ്താൽ മതി, നിങ്ങൾക്ക് ആർക്കും SSH ചെയ്യണ്ട. അങ്ങനെയെന്നുണ്ടെങ്കിൽ ഈ 22-ൽ എനിക്ക് എന്ത് കൊടുക്കാം, സോഴ്സിൽ എനിക്ക് എൻ്റെ സെർവറിൻ്റെ അല്ലാണ്ട് എൻ്റെ കമ്പ്യൂട്ടറിൻ്റെ എൻ്റെ IP അഡ്രസ്സ്, എൻ്റെ IP അഡ്രസ്സ് പറഞ്ഞു കൊടുത്താൽ മതി. അപ്പോൾ എനിക്ക് മാത്രമേ SSH ചെയ്യാൻ കഴിയത്തുള്ളൂ, നിങ്ങൾക്ക് ആർക്കും പോസിബിൾ അല്ല. അതല്ല, ഞാൻ ഇൻസ്റ്റഡ് ഞാൻ എന്ത് പറഞ്ഞു കൊടുക്കുകയാണ്, എല്ലാവർക്കും SSH ചെയ്യാം. അതായത് IPv4 ഉണ്ട്, IPv6 ഉണ്ട് അല്ലേ. അതായത് IPv4 ഉള്ളവർക്കെല്ലാം SSH ചെയ്യാം. അങ്ങനെ പറഞ്ഞു കൊടുത്താൽ എനിക്കും നിങ്ങൾക്കും വേറെ ആർക്കും ഈ സെർവറിൻ്റെ IP അറിയാം എന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ എന്ത് ചെയ്യാം, SSH ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ സോഴ്സിൽ ആ രീതിയിൽ നമുക്ക് സെലക്ട് ചെയ്യാം. കസ്റ്റം എന്ന് കൊടുത്തിട്ട് എനിക്കിവിടെ നിങ്ങളുടെ ആരുടെങ്കിലും കസ്റ്റം എന്താ പറയുക IP അഡ്രസ്സോ അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇവിടുന്ന് സെലക്ട് ചെയ്തിട്ട് അങ്ങനെയും കൊടുക്കാം. അതല്ല IP എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് മാത്രം SSH ചെയ്താൽ മതി എന്നുണ്ടെങ്കിൽ എനിക്ക് എൻ്റെ IP അഡ്രസ്സ് കൊടുക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ എനിക്ക് എന്ത് കൊടുക്കാം, എനിവർ IPv4. അതായത് IPv4 ഉള്ളവർക്കൊക്കെ, അതായത് നമ്മൾക്കൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, SSH ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിൽ കൊടുക്കാം. അതായത് ഇൻ്റർനെറ്റിൽ നിന്നുള്ള എല്ലാവർക്കും SSH ചെയ്യാം. ഓക്കെ, നമ്മുടെ നെറ്റ്വർക്ക് സൈഡിൽ എന്താ പറയുക വേൾഡ് വൈഡ് അല്ലാന്നുണ്ടെങ്കിൽ ഇൻ്റർനെറ്റ് ഇതിനെ നമ്മൾ ഡിനോട്ട് ചെയ്യാൻ, അതാണ്ട് ഫുൾ ആക്സസിനൊക്കെ നമ്മൾ ഡിനോട്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു റെപ്രസെൻറ്റേഷനാണ് 0.0.0.0/0 എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഞാൻ അത് കൊടുത്തു. എനിക്ക് ഇനിയും റിക്വസ്റ്റുകൾ വേണമെന്നുണ്ടെങ്കിൽ ഞാനിവിടെ HTTP കൊടുക്കാം. HTTP ഞാൻ പോർട്ട് എനേബിൾ ചെയ്യാം. അതും എനിക്ക് ആർക്കൊക്കെ ആക്സസ് ചെയ്യണമെന്ന് പറഞ്ഞു കൊടുക്കാം. ഇനി ഇവർ കൊടുക്കും. അതുപോലെ ഇനി വേണമെന്നുണ്ടെങ്കിൽ HTTPS വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് എനേബിൾ ചെയ്യാം. കണ്ടോ, ഇതുപോലെ എനിക്ക് വേണ്ട പോർട്ടുകളൊക്കെ എനിക്ക് ഓപ്പൺ ആക്കാം. അത് ഇനി എന്താ പറയുക, നമ്മളുടെ EC2 മെഷീന് അപ്പായി ലോഞ്ച് ആയി കഴിഞ്ഞാലും എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ സെക്യൂരിറ്റി ഗ്രൂപ്പിൽ ചേഞ്ചസ് വരുത്താം, മോഡിഫിക്കേഷൻസ് വരുത്താം, എന്തും ചെയ്യാം. ഓക്കെ, ഔട്ട്ബൗണ്ട് റൂൾസ് നമ്മൾ നോർമലി നമ്മൾക്ക് ഇതേപോലെ സെറ്റ് ചെയ്യാം. ബട്ട് നമ്മൾ എന്ത് ചെയ്യാറില്ല, ഇതേപോലെ സ്പെസിഫിക് ആയിട്ട് പോർട്ടുകൾ ഓപ്പൺ ആക്കാറോ ക്ലോസ് ആക്കാറോ ഇല്ല. നമ്മൾ ഓൾ ട്രാഫിക് ഓപ്പൺ ആക്കി ഇടാറാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ മേ ബി നമ്മൾക്ക് അപ്ലിക്കേഷൻ്റെ അകത്ത് നിന്നും പുറത്ത് പല കാര്യങ്ങളും പല പോർട്ടിൽ നിന്നും നമുക്ക് ആക്സസ് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഔട്ട്ബൗണ്ട് നമ്മൾക്ക് എപ്പോഴും വറി ചെയ്യേണ്ട ആവശ്യമില്ല, നമ്മൾ അങ്ങോട്ടാണല്ലോ റിക്വസ്റ്റ് അയക്കുന്നത്. ഓക്കെ, ബട്ട് ഇൻബൗണ്ട് പല അറ്റാക്കേഴ്സും നമ്മുടെ സെർവറിലോട്ട് വരാം. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ പോർട്ടുകൾ എന്ത് ചെയ്യും, എനേബിൾ ചെയ്യാറും ക്ലോസ് ചെയ്യാറും പോർട്ട് ഓപ്പൺ ചെയ്യാറൊക്കെ ഉണ്ട്. ഔട്ട്ബൗണ്ട് നമുക്ക് ആ രീതിയിൽ വറി ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ റിക്വയർമെൻറ്റിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഔട്ട്ബൗണ്ടിലും ഇതുപോലെ റെസ്ട്രിക്ഷൻസും കാര്യങ്ങളും പോർട്ടുകൾ ഓപ്പൺ ചെയ്യുന്നതും ക്ലോസ് ചെയ്യുന്നതൊക്കെ അതിലും ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഇവിടെ ക്രിയേറ്റ് സെക്യൂരിറ്റി ഗ്രൂപ്പ് കൊടുത്താൽ മതി. ഓക്കെ.
അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഇതുപോലെ ഇവിടെ ഒരു സെക്യൂരിറ്റി ഗ്രൂപ്പ് ക്രിയേറ്റ് ആയി കിട്ടും. ആ സെക്യൂരിറ്റി ഗ്രൂപ്പ് നമുക്ക് എവിടെ കൊടുക്കാം? നമ്മളുടെ VPC ഒക്കെ പറഞ്ഞു കൊടുത്തു. അത് കഴിഞ്ഞാൽ സെലക്ട് എക്സിസ്റ്റിംഗ് സെക്യൂരിറ്റി ഗ്രൂപ്പ് കൊടുക്കുന്നു. ഞാനിവിടെ മൈ സെക്യൂരിറ്റി ഗ്രൂപ്പ് പറഞ്ഞു കൊടുക്കും. ഓക്കെ, ഇവിടെ നെക്സ്റ്റ് വരുന്നത് വോളിയം. അതായത് ഇതൊരു വിർച്വൽ സ്റ്റോറേജ് കൺസെപ്റ്റാണ്. ഇപ്പോൾ നമ്മൾക്കറിയാം, നമ്മളുടെ ഒരു സെർവർ ആണെന്നുണ്ടെങ്കിലും അതല്ല നമ്മളുടെ കമ്പ്യൂട്ടർ ആണെന്നുണ്ടെങ്കിലും ഡാറ്റകൾ അല്ലാന്നുണ്ടെങ്കിൽ മറ്റു കാര്യങ്ങളൊക്കെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് വേണം? ഒരു സ്റ്റോറേജ് സ്പേസ് വേണം അല്ലേ? അതായത് ഒരു ഹാർഡ് ഡിസ്ക് അല്ലാന്നുണ്ടെങ്കിൽ ഒരു SSD, ഒരു സ്റ്റോറേജ് സ്പേസ് വേണം. അപ്പോൾ അത്തരം സ്റ്റോറേജ് സ്പേസ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സ്പേസാണ് ഇവിടെ. അപ്പോൾ എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ സെലക്ട് ചെയ്യാം ഒരു 10 GB ഒരു GP3 എന്ന് പറയുന്ന വോളിയം. നമ്മൾ വോളിയം എന്നാണ് പറയുക സ്റ്റോറേജിന്, AWSൻ്റെ ഒരു ലാംഗ്വേജിൽ. ഓക്കെ, അപ്പോൾ ഞാനിവിടെ സെലക്ട് ചെയ്തു. എനിക്ക് എന്ത് വേണം? 10 GB. എത്ര വേണമെന്നുണ്ടെങ്കിലും സൈസ് ഇവിടെ 100 GB വേണമെന്നുണ്ടെങ്കിൽ 100 GB കൊടുക്കാം. എത്ര GB നമ്മൾ ഡിമാൻഡ് ചെയ്താലും നമ്മൾക്ക് അവൈലബിൾ ആണ്. ബട്ട് ഫ്രീ ആയിട്ട് നമ്മൾക്ക് അവൈലബിൾ ആവുന്നത് 30 GB ആണ്. ഓക്കെ, അതുകൊണ്ട് ഞാനിവിടെ ഒരു 10 GB നമുക്ക് മതി. ഞാനൊരു 10 GB എനിക്കൊരു സ്റ്റോറേജ് വോളിയം വേണം. ഓക്കെ, അത് ഏത് കാറ്റഗറിയിലുള്ളതാണെന്ന് പോലും എനിക്കിവിടെ സെലക്ട് ചെയ്യാം. GP2 ആണോ, GP3, IO1, IO2, അതായത് പ്രൊവിഷൻഡ് IOPS ഉണ്ട്, പലതും ഉണ്ട്. അത് ഈ GP2, GP3 എന്ന് പറയുന്നതൊക്കെ എന്താണ്? അതിൻ്റെ പെർഫോമൻസ് ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ, ഇപ്പോൾ GP2നേക്കാൾ നല്ല രീതിയിൽ പെർഫോമൻസ് ആർക്ക് കൂടുതലാണ്? GP3ക്ക് കൂടുതലാണ്. ഓക്കെ, ഇതിനേക്കാളൊക്കെ നല്ല രീതിയിൽ പെർഫോമൻസ് എവിടെ കൂടുതലാണ്? ഈ IOPS പ്രൊവിഷൻഡ് SSDകളിൽ കൂടുതലാണ്. ഇതൊക്കെ SSDകളാണ്, HDD അല്ല. ഇത് മനസ്സിലാക്കണം. ജനറൽ പർപ്പസ് SSDകളാണിത്. ഇത് പ്രൊവിഷൻഡ് IOPS SSD ആണ്. എല്ലാതും SSD ആണ്, ബട്ട് അതിലും എന്തുണ്ട്? പെർഫോമൻസ് വേരിയേഷൻ അനുസരിച്ചിട്ട് AWS കാറ്റഗറൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ മാഗ്നറ്റിക് സ്റ്റാൻഡേർഡ് എന്നൊക്കെ പറഞ്ഞത് ഒരുപാട് പണ്ടുണ്ടായിരുന്ന മാഗ്നറ്റിക് ഡ്രൈവുകളാണ്. ഇത് മേ ബി കുറേ കഴിയുമ്പോൾ മേ ബി AWS തന്നെ അതെടുത്ത് കളഞ്ഞേക്കാം. അതാരും ഇപ്പോൾ അധികം കൂടുതലാരും നമ്മളാരും യൂസ് ചെയ്യാറില്ല. നമ്മളധികം യൂസ് ചെയ്യാറ് GP3, അതല്ല നമ്മൾക്ക് നല്ല രീതിയിൽ പെർഫോമൻസ് വേണ്ട ഡിസ്കുകളാണ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇത്തരം പ്രൊവിഷൻഡ് ലെവലിലുള്ളതൊക്കെ സെലക്ട് ചെയ്യാം. ഹൈ പെർഫോമൻസ് ഉള്ള ഡ്രൈവുകളും സെർവറുകളൊക്കെ നമ്മൾ എടുക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? ഹൈ പെർഫോമൻസ് ഉണ്ടാകുമ്പോൾ അതിന് ഹൈ പേയ്മെൻ്റ് ആയിരിക്കും, ഹൈ കോസ്റ്റ് വരും. ലോ എടുക്കുമ്പോൾ പെർഫോമൻസും കുറവായിരിക്കും, അതേപോലെ തന്നെ അതിൻ്റെ പേയ്മെൻറ്റും കുറവായിരിക്കും. ഓക്കെ, ഞാനിവിടെ GP2 ആണ് എടുക്കുന്നത്. നമ്മൾക്കിപ്പോൾ അപ്ലിക്കേഷൻ വലിയ രീതിയിലുള്ള അപ്ലിക്കേഷൻ നമ്മൾ ഡിപ്ലോയ് ചെയ്യുന്നതോ അതിൻ്റെ പെർഫോമൻസ് ചെക്ക് ചെയ്യുന്നതോ കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ GP2 തന്നെ സെലക്ട് ചെയ്തു. ഓക്കെ, അത് കഴിഞ്ഞാൽ ഇവിടെ അഡ്വാൻസ്ഡ് ഡീറ്റെയിൽസ് ഉണ്ട്. അഡ്വാൻസ്ഡിൽ വന്നു കഴിഞ്ഞാൽ ഏറ്റവും താഴെ യൂസർ ഡാറ്റ ഉണ്ട്. ഒരു EC2 സെർവറിനെ അപേക്ഷിച്ച് മെറ്റാ ഡാറ്റയുണ്ട്, യൂസർ ഡാറ്റയുണ്ട്. മെറ്റാ ഡാറ്റ അതുപോലെ യൂസർ ഡാറ്റ. മെറ്റാ ഡാറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമല്ല, നമുക്ക് ആ സെർവറിൻ്റെ എൻ്റയർ എന്താ പറയുക ഒരു മെറ്റാ ഇൻഫോ, അതായത് ആ സെർവറിൻ്റെ ഡീറ്റെയിൽസുകൾ മുഴുവൻ ഇൻഫർമേഷൻസും കിട്ടുന്ന ഒരു സംഭവമാണ് മെറ്റാ ഡാറ്റ. യൂസർ ഡാറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് അറിയാം. അതായത് ഞാൻ ഈ ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്യുന്ന ടൈമിൽ എനിക്കിവിടെ വേണമെന്നുണ്ടെങ്കിൽ ബാഷ് സ്ക്രിപ്റ്റിൽ എനിക്ക് എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ കഴിയും. ഓക്കെ, അതായത് ഒരു സിസ്റ്റത്തിൽ എനിക്ക് ഒരു Nginx ഇൻസ്റ്റാൾ ചെയ്യണമെന്നോ, അതല്ല എന്നുണ്ടെങ്കിൽ നമ്മളൊരു സെർവറിൽ കയറി കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ചെയ്യുന്നത് എന്താണ്? ആപ്റ്റ് അപ്ഡേറ്റ് അടിക്കും, ആപ്റ്റ് അപ്ഗ്രേഡ് അടിക്കും അല്ല. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ എനിക്ക് എന്ത് ചെയ്യാം? ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ ഒരു ബാഷ് സ്ക്രിപ്റ്റിൽ എനിക്ക് എഴുതി കൊടുക്കാൻ പറ്റും. അങ്ങനെ എഴുതി കൊടുത്താലുള്ള ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ ഈ EC2 മെഷീന് ക്രിയേറ്റ് ആവുന്ന ടൈമിൽ, ഓക്കെ, റൺ ആവുന്ന ടൈമിൽ, ക്രിയേഷൻ നടക്കുമല്ലോ, ആ ലോഞ്ചിങ് ടൈമിൽ ആ സ്ക്രിപ്റ്റ് അവിടെ എക്സിക്യൂട്ട് ആവും. ഓക്കെ, അപ്പോൾ എനിക്ക് ആ മെഷീന് കിട്ടുമ്പോൾ, എൻ്റെ കയ്യിൽ കിട്ടുമ്പോൾ, അപ്പോൾ എനിക്ക് എൻ്റെ കയ്യിൽ ആ മെഷീന് കിട്ടുമ്പോൾ
ഞാൻ യൂസർ ഡാറ്റയിൽ എന്തൊക്കെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ, അതായത് ഞാനൊരു ആപ്റ്റ് അപ്ഡേറ്റ് അടിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്, അതേപോലെ ഒരു എൻജിനിക്സ് ഇൻസ്റ്റാൾ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ സർവർ ആക്റ്റീവായി റണ്ണിങ് സ്റ്റേറ്റിലായി കഴിഞ്ഞാൽ ഈ സർവറിൽ ഇനി ഞാൻ ആപ്റ്റ് അപ്ഡേറ്റ് അടിക്കേണ്ട കാര്യമില്ല. ഓക്കെ, അതായത് ഇതിൻ്റെ ഈ ഒരു ലോഞ്ചിങ് ടൈമിൽ തന്നെ ഈ യൂസർ ഡാറ്റ അതിൻ്റെ അകത്ത് എക്സിക്യൂട്ട് ആയിട്ടുണ്ടായിരിക്കും. അതിൻ്റെ അകത്ത് ഞാൻ ആപ്റ്റ് അപ്ഡേറ്റ് ഞാൻ എക്സ്ട്രാ ഇനി അടിക്കേണ്ട ആവശ്യമില്ല. ഒരു എൻജിനിക്സ് ഞാൻ ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം അത് രണ്ടും ഓട്ടോമാറ്റിക്കായിട്ട് ഈ ഒരു സെർവറിൻ്റെ അകത്തുണ്ടായിരിക്കും. അത് ആ ലോഞ്ചിങ് ടൈമിൽ മാത്രമേ സംഭവിക്കത്തുള്ളൂ. അതായത് യൂസർ ഡാറ്റ എക്സിക്യൂട്ട് ആവുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ നമ്മളുടെ ഈ ഒരു EC2 മെഷീനിന് ലോഞ്ച് ആവുന്ന ടൈമിൽ. ഓക്കെ, അതല്ല ഇനി ഞാൻ ആ മെഷീന് വെറുതെ സ്റ്റോപ്പ് ചെയ്ത് ഞാൻ ഷട്ട് ഡൗൺ ചെയ്ത് റീസ്റ്റാർട്ട് ചെയ്യുമ്പോഴൊന്നും ഈ ഒരു യൂസർ ഡാറ്റ എക്സിക്യൂട്ട് ആവത്തില്ല. അത് ആ ഒരു വൺ ടൈം, ആ ഒരു ഫസ്റ്റ് ടൈം മാത്രമേ അതെന്താകത്തുള്ളൂ, എക്സിക്യൂട്ട് ആവത്തുള്ളൂ. അപ്പോൾ അതും ജസ്റ്റ് മനസ്സിലാക്കി വെക്കും. നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ യൂസർ ഡാറ്റയും കാര്യങ്ങളൊക്കെ കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് എന്ത് ചെയ്യുക, നമ്പർ ഓഫ് ഇൻസ്റ്റൻസസ്, അതായത് എനിക്ക് എത്ര ഇൻസ്റ്റൻസ് വേണോ അത്രയും നമ്പർ എനിക്കിവിടെ കൊടുക്കാം. ഞാനിവിടെ 100 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് 100 ഇൻസ്റ്റൻസ് സ്പിന്നപ്പ് ചെയ്ത് വരും. വിത്ത് എന്തുകൊണ്ട് ഈ ഒരു സ്പെസിഫിക്കേഷൻ, ഞാൻ ഇവിടെ എന്ത് സ്പെസിഫിക്കേഷനാണോ പറഞ്ഞത് ആ സ്പെസിഫിക്കേഷനുള്ള 100 മെഷീൻ എനിക്ക് കിട്ടും. അപ്പോൾ എനിക്കിപ്പോൾ വേണ്ടത് ഒരു മെഷീനാണ്. അപ്പോൾ ഞാൻ 1 കൊടുക്കുക, ഇവിടെ ലോഞ്ച് ഇൻസ്റ്റൻസ് ക്ലിക്ക് ചെയ്യാം. ഞാനിപ്പോൾ ലോഞ്ച് ഇൻസ്റ്റൻസ് ക്ലിക്ക് ചെയ്യുന്നില്ല, കാരണം ഓൾറെഡി എൻ്റെ അടുത്തൊരു മെഷീൻ ഉണ്ട്. ആ രീതിയിലാണ് ഒരു ഇൻസ്റ്റൻസ് സ്പിന്നപ്പ് ചെയ്യുക. അപ്പോൾ ഒരു ഈ മെഷീന് സ്പിന്നപ്പായി വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ ഇൻസ്റ്റൻസിന് എന്തുണ്ടായിരിക്കും, ഒരു യുണീക്ക് ID ഉണ്ടായിരിക്കും. ഓക്കെ, ഇൻസ്റ്റൻസിൻ്റെ നെയിം നമ്മൾ കൊടുത്തിട്ടുണ്ടായിരിക്കും. അതിവിടെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എഡിറ്റ് ചെയ്യുന്നത് പോസിബിൾ ആണ്. അതിൻ്റെ സ്റ്റേറ്റ് ഇപ്പോൾ റണ്ണിങ് ആണോ, ഷട്ട് ഡൗൺ ആണോ, ടെർമിനേറ്റ് ആണോ എന്നുള്ള അവിടെ കാണാം. സ്റ്റാറ്റസ്റ്റേക്ക് കാര്യങ്ങൾ, അതിൻ്റെ അവൈലബിലിറ്റി സോൺ എല്ലാതും ഇവിടെ കാണാം. അതുപോലെ ഇവിടെ താഴെ എന്തുണ്ട്, ഒരുപാട് ടാബുകൾ അവൈലബിൾ ആണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ പബ്ലിക് IP, പ്രൈവറ്റ് IP, ഇത്തരം കാര്യങ്ങൾ, അതുപോലെ പബ്ലിക് IPക്ക് കറസ്പോണ്ട് ആയിട്ടുള്ള ഒരു IPv4 DNS എൻഡ് പോയിന്റ് നെയിം, ഏതാണ് മെഷീൻ്റെ ടൈപ്പ്, VPCയുടെ ഒരു ID, എല്ലാത്തിനും IDകൾ ഉണ്ടായിരിക്കും യുണീക്ക് ആയിട്ടുള്ള. ഇത്തരം IDകൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ പല കാര്യങ്ങളും ഇനി കുറച്ച് കഴിഞ്ഞാൽ ചെയ്യുന്നതും, അതേപോലെ നമ്മളുടെ റിസോഴ്സസിനൊക്കെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നതും ഒക്കെ. ഓക്കെ, അതുപോലെ സ്റ്റോറേജിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ കൊടുത്തിട്ടുള്ള ആ 10 GB ആ ഒരു വോളിയം, ആ ഒരു എന്താ പറയുക ഡിസ്ക് ഇവിടെ കിടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നെറ്റ്വർക്കിങ്ങിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞ എന്താ പറയുക ENI, നെറ്റ്വർക്ക് ഇൻ്റർഫേസ് കാർഡ്, നമ്മൾ പറഞ്ഞായിരുന്നു നെറ്റ്വർക്ക് കാർഡ് ഉണ്ടായിരിക്കുമെന്ന് അല്ലേ. ഇൻ്റർനെറ്റുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും മറ്റ് ഇൻ്റർനെറ്റ് കണക്ഷനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന നെറ്റ്വർക്ക് കാർഡ്, അതാണ് ENI. ഇത് നമ്മുടെ നെറ്റ്വർക്കിൽ വന്നു കഴിഞ്ഞാൽ നെറ്റ്വർക്ക് കോൺഫിഗറേഷനും കാര്യങ്ങളെല്ലാം ഇവിടെ കാണുന്നത് പോസിബിളാണ്. സബ്നെറ്റ്, ഏത് സബ്നെറ്റിലാണ്, അവൈലബിലിറ്റി സോൺ ഏതാണ്, അത്തരം കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് കാണാം. നെക്സ്റ്റ് ഇവിടെ മോണിറ്ററിംഗ് ഉണ്ട്. അതായത് ബൈ ഡിഫോൾട്ട് നമ്മളുടെ എല്ലാ കാര്യങ്ങളും ആര് മോണിറ്റർ ചെയ്യുന്നുണ്ട്, AWS മോണിറ്റർ ചെയ്യുന്നുണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ CPU യൂട്ടിലൈസേഷൻ നമ്മുടെ സെർവറിന് എത്ര ഉണ്ട്, അതുപോലെ അതിൻ്റെ നെറ്റ്വർക്ക് ഇൻ ആൻഡ് ഔട്ട് ബൈറ്റ്സ്, ഇൻ ബൈറ്റ്സ് ഇവിടെ കാണാം, ഔട്ട് ബൈറ്റ്സ് ഇവിടെ കാണാം. അതുപോലെ CPU ക്രെഡിറ്റ്സ്, നെറ്റ്വർക്ക് പാക്കറ്റ്സ്, അതായത് അത്യാവശ്യം ചെറിയ രീതിയിൽ എന്തുണ്ട്, ഇവിടെ ഒരു റിയൽ ടൈം മോണിറ്ററിങ്ങും നടക്കുന്നുണ്ട്. ഇനി ഇതിലും കൂടുതൽ നമ്മൾ മോണിറ്ററിങ്ങും കാര്യങ്ങളൊക്കെ ക്ലൗഡ് വാച്ചിൽ നോക്കും. ഇപ്പോൾ ജസ്റ്റ് ബൈ ഡിഫോൾട്ട് നമ്മൾക്ക് ആര് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ചെറിയ രീതിയിൽ മോണിറ്ററിങ്ങും കാര്യങ്ങളൊക്കെ AWS ഈ ഒരു ഡാഷ്ബോർഡിൽ തന്നെ, ഈ ഒരു ഇൻ്റർഫേസിൽ തന്നെ നമുക്ക് അവൈലബിൾ ആണ്. ഓക്കെ, നെക്സ്റ്റ് ഇവിടെ സെക്യൂരിറ്റിയിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ സെക്യൂരിറ്റി ഗ്രൂപ്പ് ഇവിടെ കാണാം. ഓക്കെ, ഇതാണ് നമ്മൾ കൊടുത്ത സെക്യൂരിറ്റി ഗ്രൂപ്പ്. 22 പോർട്ട്, 80 പോർട്ട്, 443, ഇതെല്ലാമാണ് നമ്മൾ എനേബിൾ ചെയ്തത്. ഓക്കെ, നമ്മൾക്കത് സ്റ്റിൽ നമ്മൾക്ക് എന്തെങ്കിലും മോഡിഫിക്കേഷൻ, എന്തെങ്കിലും പുതിയ ചേഞ്ചസ് വരുത്തണം എന്നുണ്ടെങ്കിൽ സ്റ്റിൽ അതും പോസിബിൾ ആണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എന്താ പറയുക ജസ്റ്റ് ഒന്ന് ബേസിക് ആയിട്ട് മനസ്സിലാക്കേണ്ടത്. ഇനി നെക്സ്റ്റ് നമ്മൾ ഈ ഒരു EC2 മെഷീൻ്റെ അകത്തോട്ട് കയറിയിട്ട് ബാക്കി കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. അതായത് യൂസർ ഡാറ്റ ഒക്കെ നമുക്ക് എങ്ങനെ നല്ല രീതിയിൽ യൂസ് ചെയ്യാം, അതുപോലെ മെറ്റാ ഡാറ്റ ഒക്കെ നമുക്ക് എങ്ങനെ ആക്സസ് ചെയ്യാം, ഇത്രയും കാര്യങ്ങളൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാനുണ്ട്. ഓക്കെ,